الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. وجاءت سكرة الموت بالحق ذلك ما كنت منه تحيد ونفخ في الصور ذلك يوم الوعيد وجاءت كل نفس معها سائق وشهيد لقد كنت في غفلة من هذا فكشفنا عنك غطاءك فبصرك اليوم حديد. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ അവസാനം വായിച്ച ആയത്ത് വജാഅത് സക്രത്തുൽ മൗതി ബിൽ ഹഖ് ദാലിക മാ കുൻത മിൻഹു തഹീദ്. മരണത്തിന്റെ ആ വെപ്രാളത്തെ കുറിച്ച് അല്ലെങ്കിൽ ആ വേദനയെ കുറിച്ചാണ് സക്രത്ത് എന്ന് പറഞ്ഞത്. അത് വന്നു ബിൽ ഹഖ്, ഹഖുമായിട്ട് വന്നു. ആ ഹക്കിന് പലതരത്തിലുള്ള അർത്ഥങ്ങളുണ്ട്. ആ മരണം എന്ന് പറയുന്ന യാഥാർത്ഥ്യം തന്നെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്ന വ്യാഖ്യാനങ്ങൾ നമുക്ക് കാണാൻ പറ്റും. മരണം വരുന്നതോടുകൂടി അതുവരെ അംഗീകരിക്കാതെ പോയിരുന്ന ഹക്കുകളെല്ലാം ആ സന്ദർഭത്തിൽ തെളിഞ്ഞു വരും. അത് അനിഷേധ്യമായി തീരും. അത് അംഗീകരിക്കുന്ന സ്ഥിതി ഉണ്ടാവും എന്ന് വ്യാഖ്യാനിക്കുന്നതും നമുക്ക് കാണാൻ പറ്റും. എന്തായിരുന്നാലും ദാലിക മാ കുൻത മിൻഹു തഹീദ്, ആ മരണത്തിൽ നിന്നാണ് നീ രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിച്ചിരുന്നത്. അത് മനുഷ്യന്റെ ഒരു മനോനിലയാണ്. മരണം തന്നെ ബാധിക്കൂല എന്ന രൂപത്തിലാണ് ഓരോ മനുഷ്യനും ജീവിക്കുക. നാവ് കൊണ്ട് പറയില്ലെങ്കിൽ പോലും അവന്റെ അവസ്ഥ അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഖുർആനിൽ അള്ളാഹു ആ കാര്യം മരണത്തെക്കുറിച്ച് പറയുമ്പോൾ സുമ്മ ഇന്നക്കും ബഅദ ദാലിക ലമയ്യിത്തൂൻ, ഉറപ്പായിട്ട് നിങ്ങൾ മരിക്കും, ഇങ്ങനെ ആണയിട്ട് പറയുന്നത്. ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും സുമ്മ തുറദ്ദൂന ഇലാ ആലിമിൽ ഗൈബി വശ്ശഹാദ ഫയുനബ്ബിഉകും ബിമാ കുൻതും തഅമലൂൻ. നിങ്ങൾ ഏതൊരു മരണത്തിൽ നിന്ന് ഓടിയൊളിക്കാനാണോ ഉദ്ദേശിക്കുന്നത് അത് ആ മരണം നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യും എന്നൊക്കെ പറയുന്നത് അതിന്റെ പേരിലാണ്. അതിനുശേഷം പിന്നെ അടുത്ത വചനത്തിൽ പറയുന്നത് വനുഫിഖ ഫിസ്സൂരി ദാലിക യൗമുൽ വഈദ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരാൾ മരിച്ചാൽ അയാളെ സംബന്ധിച്ചിടത്തോളം മമ്മാത്ത ഫഖദ് ഖാമത്ത് ഖിയാമത്തുഹു എന്നുള്ളതാണ് തത്വം. ഒരാൾ മരണപ്പെട്ടാൽ ഖാമത്ത് ഖിയാമത്തുഹു, അയാളുടെ ഖിയാമമായി. അയാൾ പാരത്രിക ജീവിതത്തിലേക്ക് കാലെടുത്തു വെച്ചു.
കാരണം മരണപ്പെട്ട് കഴിഞ്ഞാൽ ഒരു മനുഷ്യനെ തോന വൈകാതെ ഉടനെ അയാളുടെ അമലിലേക്ക് അയാളെ ഏൽപ്പിക്കും. ആ മയ്യത്ത് തന്നെ പറയുന്നത് ഖദ്ദിമൂനി ഖദ്ദിമൂനി എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അങ്ങനെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഒരാൾ മരിച്ചിട്ടുണ്ടെങ്കിൽ അയാളെ പെട്ടെന്ന് നിങ്ങൾ ഒഴിവാക്കണം എന്ന് വെച്ചാൽ അയാൾ നന്മ ചെയ്തിട്ടുള്ള ഹസനാത്തുകൾ ചെയ്തിട്ടുള്ള ഒരു മനുഷ്യനാണെങ്കിൽ അയാളുടെ നന്മകളിലേക്ക് അയാൾ പെട്ടെന്ന് എത്തിക്കൊള്ളട്ടെ. അല്ല, അയാളൊരു സയ്യിആത്തുകളുമായി ജീവിച്ച മനുഷ്യനാണെങ്കിൽ ആ ഭാരം നിങ്ങൾ പെട്ടെന്ന് ഇറക്കി വെക്കൂ, ഒഴിവാക്കൂ. അങ്ങനെ അയാൾ ഖബറിലേക്ക് കൊണ്ടുവെക്കപ്പെടുന്നതോടുകൂടി അൽ ഖബറു അവ്വലു മനാസിലിൽ ആഖിറ, അൽ ഖബർ അവ്വലു മനാസിലിൽ ആഖിറ, നമ്മുടെ പാരത്രിക ജീവിതത്തിന്റെ ആദ്യഘട്ടാണ് ഖബറിലുള്ള ജീവിതം. അതുകൊണ്ട് തന്നെ മൻ മാത ഫഖദ് ഖാമത്ത് ഖിയാമത്തു, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ ഖിയാമം അതോടുകൂടി തന്നെ ആയിത്തീർന്നു. അതാണ് അയാളുടെ ഖിയാമം. പിന്നെ ബാക്കിയുള്ള മനുഷ്യന്മാർ കുറച്ചു കാലം കൂടിയൊക്കെ ഇവിടെ ജീവിക്കും. അതിന് തന്നെയും പരിമിതിയുണ്ട്. വളരെ കുറഞ്ഞ കാലം മാത്രമേ ഉള്ളൂ. ഇനി അള്ളാഹു ആകാശഭൂമികളെ സൃഷ്ടിച്ച് ഇവിടെ മനുഷ്യാധിവാസം തുടങ്ങി ലോകാവസാനം വരെയുള്ള കാലയളവ് എടുത്തു നോക്കുമ്പോൾ ഇനി വളരെ സൂര്യൻ അസ്തമിക്കാൻ പോവുകയാണ്. വളരെ ചെറിയൊരു കാലയളവുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, വഅസ്തു അന വസ്സഅതു കഹാത്തൈൻ, രണ്ട് വിരലുകൾ ഇങ്ങനെ ചൂണ്ടിപ്പിടിച്ചിട്ടാണ് കാണിച്ചു കൊടുത്തത്. മരണവും ഞാനും ഖിയാമത്ത് നാളും തമ്മിൽ ഇത്രയും അടുത്താണ്. എൻ്റെ നിയോഗം, എന്നെ അള്ളാഹു റസൂലായി നിയോഗിച്ചിട്ടുള്ളത്, അതുപോലെ തന്നെ ഖിയാമത്ത് നാള് ഇനി എനിക്ക് ശേഷം വരാനുള്ളത് ഖിയാമത്ത് നാളാണ്. ഒരു നബി വരാനില്ല. ഖിയാമവും ഞാനും തമ്മിൽ ഇത്രയും അടുത്താണ്. അതുപോലെ തന്നെ നമുക്ക് കാണാൻ പറ്റും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്രാ നടത്തുന്ന സന്ദർഭത്തിൽ വഴിയിൽ ഒരു അങ്ങേയറ്റം വയസ്സായ ഒരു വൃദ്ധയായ ഒരു സ്ത്രീയെ കാണുന്നുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ആരാണ് എന്ന് ചോദിക്കുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം അതിന് നൽകുന്ന മറുപടി, ഇനി ദുനിയാവിൽ നിന്ന് ആ സ്ത്രീക്ക് ആയുസ്സിൽ നിന്ന് എത്ര ബാക്കിയുണ്ട് എന്നാണോ കണക്കാക്കുന്നത് അത്രയേ ഉള്ളൂ, അസ്തമിക്കാറായിട്ടുണ്ട്. അങ്ങനെ കുറഞ്ഞൊരു കാലയളവ് കൂടി മനുഷ്യർക്ക് ഇവിടെ ഈ ഭൂലോകത്ത് ജീവിതം ഉണ്ടാകും. അത് കഴിഞ്ഞാൽ പിന്നെ ഖിയാമത്ത് നാളായി. ഖിയാമത്ത് നാളായി കഴിഞ്ഞാൽ പിന്നെ ഖിയാമത്ത് നാളിന്റെ അഹ്വാലുകളും അതിന്റെ അഹ്വാലുകളുമായി അതിന്റെ അവസ്ഥാന്തരങ്ങൾ, അവിടെ ഉണ്ടാകുന്ന ഭയാനകമായ സംഭവ വികാസങ്ങൾ, അതാണ് പിന്നെ വരാനുള്ളത്. അതിൽപ്പെട്ട ഒരു കാര്യമാണ് പറയുന്നത്. അതിലൊന്ന്, ഖിയാമത്ത് നാളിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങളിൽ അതിന്റെ അഹ്വാലുകളിലും അഹ്വാലുകളിലും പെട്ട പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് നഫ്ഖ് എന്ന് പറയുന്നത്. ആ നഫ്ഖിനെ കുറിച്ച് ഖുർആനിൽ തന്നെ മറ്റൊരു സ്ഥലത്ത് വിശദീകരിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ സൂറത്ത് സുമറിലാണ്. സുമറിൽ അത് പറയുന്നത് നമുക്ക് കാണാൻ പറ്റും. ഒന്ന് കാണാം. അതിൽ പറയുന്നത് സൂറത്ത് സുമറിൽ വമാ ഖദറുല്ലാഹ ഹഖ ഖദരിഹി വൽ അർളു ജമീഅൻ ഖബ്ളതുഹു യൗമൽ ഖിയാമഹ വസ്സമാവാതു മത്വിയാതുൻ ബിയമീനിഹി സുബ്ഹാനഹു വതആല അമ്മാ യുശ്രികൂൻ. അതിൽ ഖിയാമത്ത് നാളിനെ സംബന്ധിച്ച് ഒരു സൂചനയുണ്ട്. വമാ ഖദറുല്ലാഹ ഹഖ ഖദരിഹി, അള്ളാഹുവിനെ കുറിച്ച് അവർ കണക്കാക്കേണ്ട രൂപത്തിൽ കണക്കാക്കിയില്ല. അള്ളാഹുവിനെ കുറിച്ച് അവരെങ്ങനെയാണോ അള്ളാഹിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത്, കണക്കാക്കേണ്ടത്, വിഭാവനയിൽ കൊണ്ടുവരേണ്ടത്, ആ രൂപത്തിലൊന്നും അള്ളാഹിനെ കുറിച്ച് അവർ കണക്കാക്കിയില്ല. വല്ലർളു ജമീഅൻ ഖബ്ളതുഹു, ഈ ഭൂമി എന്ന് പറയുന്നത് അത് മുഴുവനും, ഭൂമി മുഴുവൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആകാശം പോലെ തന്നെ ഭൂമിയും, വമിനൽ അർളി മിസ്ലുഹുൻ, 7 ഭൂമികളുണ്ട് എന്നുള്ളതാണ്. ആ 7 ഭൂമികളും മുഴുവനും
ഖബ്ളത്തുഹു യൗമൽ ഖിയാമ, അന്ത്യനാളിൽ അള്ളാഹുവിന്റെ ഒരു പിടിയിൽ, ഒരു കൈപ്പിടിയിൽ അവൻ ഒതുക്കും. വസ്സമാവാതു മത്വിയാതും ബിയമീനിഹി, ആകാശങ്ങളാണെങ്കിൽ അവന്റെ ഒരു കയ്യിൽ, അവന്റെ യമീൻ, അവന്റെ ഒരു കയ്യിൽ അത് ചുരുട്ടി കൂട്ടിയിട്ടുണ്ടായിരിക്കും. സുബ്ഹാനഹു വ തആല അമ്മാ യുശ്രികൂൻ, അള്ളാഹു അവന്റെ വിശുദ്ധി, അവന്റെ പൂർണ്ണത, അതിനെ ഞാൻ വാഴ്ത്തുന്നു. അവനെപ്പറ്റി ആരെല്ലാം എന്തെല്ലാം തെറ്റായ കാര്യങ്ങൾ പറയുന്നുണ്ടോ, അവന്റെ ജമ്പിൽ എന്തെല്ലാം തെറ്റായ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടോ, അതിൽ നിന്നൊക്കെ അവനെ ഞാൻ ഒഴിവാക്കി അവനെ ഞാൻ ഉയർത്തുന്നു. അവന്റെ ആ വിശുദ്ധിയെ, അവന്റെ ആ പൂർണ്ണതയെ ഞാൻ വാഴ്ത്തുന്നു. വതആല, അവൻ സൃഷ്ടികളിൽ നിന്നെല്ലാം ഉന്നതനാണ്, അതീതനാണ്. അവൻ ഉന്നതനാണ്. അമ്മാ യുശ്രികൂൻ, അവനിൽ പങ്കുചേർക്കുന്ന എല്ലാ പങ്കുകാരിൽ നിന്നും അവൻ ഒഴിവാണ്. അത് പറഞ്ഞിട്ട് പിന്നെയാണ് ഖിയാമത്ത് നാളിന്റെ അവസ്ഥകളിലേക്ക് കിടക്കുന്നത്. ഖിയാമത്ത് നാളിലുണ്ടാകുന്ന ഒരു കാര്യം, ഭൂമി അള്ളാഹു ഒരു കയ്യിൽ പിടിച്ചൊതുക്കും. അതുപോലെ തന്നെ മറ്റൊരു കയ്യിൽ 7 ആകാശങ്ങൾ അവൻ ചുരുട്ടിക്കൂട്ടും. എന്നിട്ട് അള്ളാഹു ചോദിക്കും, അയിന മുലൂക്കുൽ അർദ്, അയിന മുലൂക്കുൽ അർദ്, ഭൂമിയിൽ അഹങ്കരിച്ച് നടന്ന കിങ്കരന്മാരായ രാജാക്കന്മാരുണ്ടായിരുന്നില്ലേ, എവിടെ അവര്? എവിടെ അവരുടെ അധികാരം? അനൽ മലിക് അനദ്ദയ്യാൻ, ഞാനാണ് രാജാവ്, ഞാനാണ് അധിപൻ, എല്ലാവരും എനിക്ക് വിധേയരാണ്. എന്നാൽ എനിക്ക് വിധേയരാകാതെ എന്റെ കൽപ്പനകൾ ലംഘിച്ചും എന്നെ നിഷേധിച്ചും എന്നെ തള്ളിപ്പറഞ്ഞും ജീവിച്ചിട്ടുള്ള വലിയ രാജാക്കന്മാരല്ലേ, അവരെവിടെ എന്ന് അല്ലാഹു ചോദിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യം മിമ്പറിൽ വെച്ചുകൊണ്ടാണ് പറയുന്നത്. അത് പറയുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൈകൊണ്ട് അതിങ്ങനെ ആംഗ്യം കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോ മിമ്പർ ഇളകിയിട്ട് ആ മിമ്പറിന്റെ അടിയിലേക്ക് ഞങ്ങൾ നോക്കിക്കൊണ്ടിരുന്നു. ലയഖിറന്ന ബിഹി എന്ന് ഞങ്ങൾ പറഞ്ഞു. ആ മിമ്പർ നബിയെയും കൊണ്ട് വീണു പോകുമല്ലോ എന്ന് ഞങ്ങൾ പറഞ്ഞു. എന്നിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്ത് ഓതിയത്, വമാ ഖദറുല്ലാഹ ഹഖ്ഖ ഖദരിഹി വൽ-അർളു ജമീഅൻ ഖബ്ളതുഹു യൗമൽ ഖിയാമah വസ്സമാവാതു മത്വിയാതും ബിയമീനിഹി സുബ്ഹാനഹു വ തആല അമ്മാ യുശ്രികൂൻ. എന്നിട്ട് പറയുന്നു, വനുഫിഖ ഫിസ്സൂർ, അങ്ങനെ സൂറിൽ ഊതപ്പെടും. വസ്സൂർ ഹുവൽ ഖർൻ, സൂറിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെടുന്നുണ്ട്, എന്താണ് സൂറ്? അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് നൽകുന്ന മറുപടി, അത് ഖർനാണ്, ഒരു ഹോണാണ്, ഒരു കാഹളമാണ്. അറബിയിൽ അതിന് പിന്നീട് നൽകപ്പെട്ട വിശദീകരണം ഖർന്, അതിന് നൽകപ്പെട്ടിട്ടുള്ള അർത്ഥം ഖർന് എന്നാണ്. കൊമ്പ് എന്ന് പറയും. കൊമ്പ്, കാഹളം, അങ്ങനെ വലിയ ഒരു കൊമ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു സ്വഭാവം എന്താന്ന് ചോദിച്ചാൽ ഇങ്ങനെ ഒരു വലിയ വട്ടം ഉണ്ടായിരിക്കും, അതില് ഊതുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നൊരു ഹദീസ് സുനനുകളിലൊക്കെ റിവായത്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ പറയുന്നത്, കൈഫ അത്തനഅം, എങ്ങനെയാണ് എനിക്ക് ഒരു സുഖാനുഭൂതി ഉണ്ടാവുക, ഒരു മനസ്സിനൊരു സുഖം, മനസ്സിനൊരു സമാധാനം എനിക്ക് എങ്ങനെയാണ് കിട്ടുക? കാരണം ഇസ്രാഫീൽ ആ കാഹളം, ആ കർണ്, ആ കൊമ്പ് അല്ലെങ്കിൽ ആ കാഹളം അത് തന്റെ വായിലോട് ചേർത്ത് പിടിച്ചിരിക്കുന്നു, എന്നിട്ട് കുനിഞ്ഞിരിക്കുന്നു, എന്നിട്ട് കൽപ്പനയ്ക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ്. എപ്പോ കൽപ്പന കിട്ടുന്നുവോ അപ്പോൾ അതിൽ ഊതാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. അത് ഏത് നിമിഷവും സംഭവിക്കാം. അള്ളാന്റെ കൽപ്പന വരിക എന്നുള്ളത് മാത്രമേ ഇനി അതിൽ ബാക്കിയുള്ളൂ. അങ്ങനെ കൽപ്പന വന്നു കഴിഞ്ഞാൽ ഇസ്രാഫീൽ അതിൽ ഊതും. ഫസഅഖ മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർദ്, ആ ഊത്തോടു കൂടി എല്ലാവരും പ്രജ്ഞയറ്റ്, ജീവനറ്റ്
വീണു പോകും, നശിച്ചു പോകും. മൻ ഫിസ് സമാവാതി വൽ അർദ്, ആകാശങ്ങളിലോ ഭൂമിയിലോ ഉള്ള എല്ലാവരും, ഇല്ലാ മൻ ശാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിച്ചവരൊഴികെ. അപ്പൊ അതൊരു നഫ്ഖത്തായി. അതാണ് അന്നഫ്ഖത്തുൽ ഊല, നഫ്ഖത്തുൽ ഫസഇ വസ്സഅഖ്, നഫ്ഖത്തുൽ ഫസഇ വസ്സഅഖ്. ഒന്നാമത്തെ ഊത്ത് നഫ്ഖത്തുൽ ഊല. ആ നഫ്ഖത്തിന് വിശദീകരണം പറയുന്നത് അത് ഫസഇന്റെയും സഅഖിന്റെയും ഊത്ത് എന്നാണ്. നഫ്ഖത്തുൽ ഫസഇ വസ്സഅഖ്. ആ കാഹളത്തിലുള്ള ഊത്ത് കേൾക്കുമ്പോ എല്ലാവരും ഭയചകിതരാകും. അള്ളാന്റെ കൽപ്പന വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഭയചകിതരാകും. വതറന്നാസ സുകാറ. അന്നത്തെ പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ ഗർഭിണികളെല്ലാം പ്രസവിച്ചു പോകും. വതഹ്മിലു വതദഉ കുല്ലു ദാതി ഹംലിൻ ഹംലഹ, വതദഉ കുല്ലു ദാതി ഹംലിൻ ഹംലഹ. ഗർഭിണികളൊക്കെ ആ ഊത്ത് വരുന്നോട് കൂടിയിട്ട് അവർ കുഞ്ഞുങ്ങളെ പ്രസവിക്കും, പ്രായം തികഞ്ഞിട്ടില്ലെങ്കിൽ പോലും. വതറന്നാസ സുകാറ. ജനങ്ങളെല്ലാം ഒരു വല്ലാത്തൊരവസ്ഥയിലാണ് ആയിരിക്കുക. വമാഹും ബിസുകാറ. അവരങ്ങനെ ഒരു മത്ത് പിടിച്ച മാതിരിയാണ് കണ്ടാൽ തോന്നുക. വമാഹും ബിസുകാറ. അവര് മത്ത് പിടിച്ചതല്ല. വലാകിന്ന അദാബ് അല്ലാഹി ശദീദ്. അള്ളാന്റെ ശിക്ഷ അത്രയും കഠോരമാണ്. അതാണ് അതിന്റെ വിഷയം. യൗമ തറൗനഹാ തദ്ഹലു കുല്ലു മുർദിഅത്തിൻ അമ്മാ അർദഅത്. അന്നേ ദിവസം മുലയൂട്ടുന്ന ഒരു ഉമ്മക്കും ആ കുഞ്ഞിനെ വേണ്ട. അവർ ആ കുഞ്ഞിനെ വിട്ട് അശ്രദ്ധമായി പോകുന്ന അവസ്ഥ. ഗർഭത്തിലിരിക്കുന്ന കുഞ്ഞുങ്ങളെ ഈ വെപ്രാളം കൊണ്ട് പ്രസവിച്ചു പോകുന്ന അവസ്ഥ. ജനങ്ങൾ മുഴുവനും ഒരു മത്ത് പിടിച്ച അവസ്ഥ. വമാഹും ബിസുകാറ. അത് മത്ത് പിടിച്ചതല്ല, അള്ളാന്റെ അദാബിനെ കുറിച്ചുള്ള ഫസഅാണ്, അന്ത്യനാളിന്റെ ഫസഅ്. അതുകൊണ്ട് തന്നെ ഈ ഊത്തിനെ കുറിച്ച് പറയാ നഫ്ഖത്തുൽ ഫസഇ വസ്സഅഖ്. ഫസഇന്റെ ഈ വെപ്രാളത്തിന്റെ ആ ഭീതിയുടെ ഊത്താണത്. ആ ഭീതി മാത്രമല്ല വസ്സഅഖ്. പിന്നെ അവര് ജീവനറ്റ് വീണു പോകുന്നു. അവര് എല്ലാവരും നശിച്ചു പോകുന്നു. കുല്ലു ഷൈഇൻ ഹാലികുൻ, എല്ലാവരും. ആ ഊത്ത് വന്നു കഴിഞ്ഞാൽ എല്ലാം നശിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒഴികെ, അല്ലെങ്കിൽ അവൻ ഖുലൂദ് രേഖപ്പെടുത്തിയിട്ടുള്ള, ഖുലൂദ് വിധിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, 6-7 കാര്യങ്ങൾ. അവയൊഴിച്ച് മറ്റെല്ലാം നശിക്കും. കുല്ലു മൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദിൽ ജലാലി വൽ ഇക്റാം. കുല്ലു മൻ അലൈഹാ ഫാൻ. അപ്പോ ഈ ഭൂമിക്ക് മുകളിലുള്ള സർവ്വതും സകലതും നശിക്കും. അള്ളാഹു ഒഴികെ, അവന്റെ വജ്ഹ് ഒഴികെ. അള്ളാഹ് അഥവാ വജ്ഹുള്ളവനാണവൻ. ആ വജ്ഹുള്ള അതൊഴികെ മറ്റെല്ലാം നശിക്കും. അപ്പൊ അള്ളാഹ് ഒഴികെ, അവർ ഖുലൂദ് എഴുതിയിട്ടുള്ള കാര്യങ്ങൾ എന്താണോ അതൊഴികെ മറ്റെല്ലാം നശിക്കും. അതുകൊണ്ട് തന്നെ ആ നാശത്തിനാണ് സഅഖ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് രണ്ടുകൂടി കൂട്ടിയിട്ട് പറയും നഫ്ഖത്തുൽ ഫസഇ വസ്സഅഖ്. ഒരു ഹദീസ് കാണാം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസാണ്. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്, എന്താണ് സൂർ? ഫിഖ ഫിസ്സൂർ എന്ന് പറയുന്നുണ്ടല്ലോ, അതിലെന്താണ് സൂർ? അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് മറുപടി കൊടുക്കുന്നത്, അത് ഒരു കർണാണ്, ഒരു കാഹളമാണ്, അല്ലെങ്കിൽ ഒരു കൊമ്പിന്റെ. അതിനെക്കുറിച്ച് വേറെ ചില റിവായത്തുകളിലൊക്കെ അതിന്റെ മുഖം ആകാശഭൂമികളുടെ അത്രയും വലുതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വർണ്ണനകൾ വന്നിട്ടുണ്ട്. പക്ഷെ ആ റിവായത്തുകളെ കുറിച്ചൊക്കെ വഫീഹി മഖാൽ,
അബൂ ഹുറൈറയിൽ നിന്നുള്ള റിവായത്തില് ഇങ്ങനെ മൂന്നായിട്ട് പറയും. ചിലപ്പോ ആദ്യത്തെ ഊത്ത് ഫസാലിന്റേതാണ്, രണ്ടാമത്തെ ഊത്ത് സഅഖിന്റേതാണ്, മൂന്നാമത്തെ ഊത്ത് അങ്ങനെ എല്ലാവരും നശിച്ച് കടന്നു കഴിഞ്ഞാൽ എത്ര കാലം അത് അള്ളാഹു ഉദ്ദേശിച്ച് അത്രയും കാലം പിന്നെ അങ്ങനെ കിടക്കും, എല്ലാം നശിച്ചിട്ട്. പിന്നെ അടുത്തൊരു ഊത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന വരുമ്പോൾ അടുത്ത ഊത്ത് ഊതും. അപ്പൊ വനുഫിഖ ഫിസ്സൂരി ഫസഅഖ മൻ ഫിസ്സമാവാതി വമൻ ഫിൽ അർളി ഇല്ലാ മാ ശാ അല്ലാഹ്. അങ്ങനെ എല്ലാം ജീവനറ്റ് പ്രജ്ഞയറ്റിട്ട് നശിച്ചു പോകുന്നു. ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള ആകാശഭൂമികളിലുള്ള സകലതും നശിക്കുന്നു. ഇല്ലാ മാ ശാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിച്ചവനൊഴികെ. അപ്പൊ ഒരു ഊത്ത് സുമറിൽ പറയുന്നത് ഈ ഒരു ഊത്താണ്. സുമ്മ നുഫിഖ ഫീഹി ഉഖ്റ, പിന്നെ ആ കാഹളത്തിൽ തന്നെ രണ്ടാമതൊരിക്കൽ കൂടി ഊതപ്പെടുന്നു. അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ച് ഇസ്രാഫീൽ സൂറിൽ രണ്ടാമത്തെ ഊത്ത് ഊതുന്നു. ഫഇദാ ഹും ഖിയാമുൻ യൻദുറൂൻ. അപ്പോൾ ആദ്യത്തെ നഫ്ഖത്തിൽ നശിച്ചു പോയിട്ടുള്ള എന്ന് മാത്രമല്ല, ആ ഖിയാമത്ത് നാൾ വരുന്നതിന് മുമ്പ് യാതൊരുവൻ മരണപ്പെട്ടുവോ അവൻ അവന്റെ ഖിയാമത്ത് നാളിൽ ആയിക്കഴിഞ്ഞു എന്ന് പറഞ്ഞല്ലോ. അങ്ങനെ ആദ്യം മുതൽ ഇവിടെ ആരൊക്കെ മരിച്ചു കിടപ്പുണ്ടോ എല്ലാവരും കൂടി ഖിയാമുൻ യൻദുറൂൻ, അവരെഴുന്നേൽക്കുകയാണ്. അവരുടെ കുഴിമാടങ്ങളിൽ നിന്നെല്ലാം അവർ എഴുന്നേറ്റ് പൊങ്ങുകയാണ്. എന്നിട്ട് അവരിങ്ങനെ നോക്കുകയാണ്. നോക്കിയിട്ട് ചോദിക്കുന്നു, മൻ ബഅസന മിൻ മർഖദിന ഹാദാ മാ വഅദ അർ-റഹ്മാനു വസദഖൽ മുർസലൂൻ. മൻ ബഅസന മിൻ മർഖദിന, ഞങ്ങൾ സുഖമായി ഉറങ്ങായിരുന്നു. ഈ സുഖനിദ്രയിൽ നിന്ന് ഞങ്ങളെ തട്ടിയുണർത്തിയതാരാണ്? ഹാദാ മാ വഅദ അർ-റഹ്മാൻ, അപ്പോഴാണ് അതിനുള്ള മറുപടി വരുന്നത്. ഇതാണ് റഹ്മാനായ അള്ളാഹു നിങ്ങളോട് വാഗ്ദാനം ചെയ്തിരിക്കുന്ന അന്ത്യനാൾ. വസദഖൽ മുർസലൂൻ, അവൻ നിയോഗിച്ചു തന്നിരിക്കുന്ന മുർസലീങ്ങൾ അവർ പറഞ്ഞത് അത്രയും സത്യമാണ്. കണ്ടില്ലേ നിങ്ങൾ, അനുഭവിക്കുന്നില്ലേ നിങ്ങൾ? അപ്പൊ ഇങ്ങനെ രണ്ട് ഊത്താണ് സൂറത്ത് സുമറിൽ പറയുന്നത്, ഖുർആനിൽ പറയുന്നത്. അപ്പൊ ഫസാഉം സഅഖും രണ്ടും കൂടി ഒന്നിലാണ്. അങ്ങനെ വലിയ ഭയപ്പാടുകൾ ഉണ്ടാകുന്നു. ആ ഭയപ്പാടുകൾ പല രൂപങ്ങളിൽ ആയത്തുകളിൽ ഹദീസുകളിൽ വിശദീകരിച്ചിട്ടുണ്ട്. അതിൽ ഒരായത്താണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. യൗമ തദ്ഹലു കുല്ലു മുർദിഅത്തിൻ അമ്മാ അർളഅത് വതളഉ കുല്ലു ദാതി ഹംലിൻ ഹംലഹ വതറ الناس സുകാറ വമാ ഹും ബിസുകാറ വലാകിൻ അദാബുല്ലാഹി ശദീദ്. അത് വന്നു കഴിഞ്ഞാൽ, അത് വന്നു കഴിയുമ്പോൾ ഉണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും ഖുർആനിൽ ഇങ്ങനെ അതിന്റെ ഓരോ മൈന്യൂട്ടായിട്ടുള്ള മൈക്രോ ലെവൽ എക്സ്പ്ലനേഷൻ ഖുർആനിലുണ്ട്. എല്ലാം നശിച്ചു പോകും. ഭൂമി യൗമ തുബദ്ദലുൽ അർളു ഗൈറൽ അർള്, ഭൂമിയല്ലാതാക്കപ്പെടും. ആകാശങ്ങളല്ലാതായി പോകും. നക്ഷത്രങ്ങളെല്ലാം ഉതിർന്നു വീഴും. എല്ലാം അതുപോലെ തന്നെ മലകളെല്ലാം തന്നെ കൽ ഫറാശിൽ മബ്സൂസ് വതകൂനുൽ ജിബാലു കൽ അഹ്നിൽ മൻഫൂസ്, കടഞ്ഞെടുത്ത പഞ്ഞി പാറുന്നത് പോലെ പാറും. അവസാനം ഭൂമിയെ അല്ലാഹു നിരത്തും. ലാ തറാ ഫിഹാ ഇവജൻ വലാ അംത, യാതൊരു തരത്തിലുള്ള വളവുകളോ തിരിവുകളോ ഇല്ലാത്ത, കുണ്ടുകളോ കുഴികളോ ഇല്ലാത്ത ഒരു നിരന്ന പ്രതലമാക്കി തീർക്കും. പിന്നെ മനുഷ്യനെ അള്ളാഹു സുബ്ഹാനഹു വ തആല, ജീവികളെ മുഴുവൻ ജീവജാലങ്ങളെയും അള്ളാഹു പുനരുജ്ജീവിപ്പിക്കും. മനുഷ്യർക്ക് അള്ളാഹ് ഈ നട്ടലിന്റെ ഒരു കുറ്റി കൊടുത്തിട്ടുണ്ട്, അവസാനത്തെ ഒരു ഭാഗം. എന്നാണ് ഹദീസിൽ അതിന് പറഞ്ഞിട്ടുള്ളത്, വാൽക്കുറ്റി. തറക്കം, ബാക്കിയെല്ലാം മണ്ണിൽ ലയിച്ചു പോയാലും അതൊരു വിത്ത് പോലെ അതവിടെ ബാക്കി കിടക്കും.
അതിൽ നിന്ന് രണ്ടാമത് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്മാരെ പുനരുജ്ജീവിപ്പിക്കും. ഫൈദാഹും ഖിയാമുൻ യൻദുറൂൻ വഹും മിൻ കുല്ലി ഹദബിൻ യൻസിലൂൻ. ആ ഒരു ഘട്ടം വരുമ്പോ സന്ദർഭത്തിൽ അത് രണ്ടാമത്തെ ഊത്തിലാണ്. അങ്ങനെ സുമ്മ നുഫിഖ ഫീഹി ഉഖ്റ, ആ കാഹളത്തിൽ തന്നെ രണ്ടാമത്തെ ഊത്ത് ഊതിക്കഴിഞ്ഞാൽ ഫൈദാഹും ഖിയാമുൻ യൻദുറൂൻ വഅശ്റഖത്തിൽ അർദു ബിനൂരി റബ്ബിഹാ വൗദിഅൽ കിതാബു വജിഅ ബിന്നബിയ്യീന വശുഹദാ വഖുളിയ ബൈനഹും ബിൽ ഹഖ് വഹും ലാ യുദ്ലമൂൻ. ഭൂമി പ്രകാശിക്കുകയായി ബിനൂരി റബ്ബിഹ, ആ ഭൂമിയുടെ റബ്ബ് അവൻ കൊടുത്തിരിക്കുന്ന അവന്റെ പ്രകാശം കൊണ്ട്. വൗദിഅൽ കിതാബ്, ഏടുകൾ അവിടെ കൊണ്ടുവെക്കപ്പെടുന്നു, ഓരോരുത്തർക്കും നൽകേണ്ട ഏടുകൾ നൽകുന്നു. വജിഅ ബിന്നബിയ്യീന വശുഹദാ, നബിമാരും ശുഹദാക്കളും സാക്ഷികളും നബിമാരെയും ഹാജരാക്കപ്പെടുന്നു. വഖുളിയ ബൈനഹും ബിൽ ഹഖ്, അവർക്കിടയിൽ ന്യായം വിധിക്കപ്പെടുന്നു. വഹും ലാ യുദ്ലമൂൻ, ഒരാളും ഒരു തരിമ്പ് പോലും അന്യായത്തിന് ഇരയാകുന്ന പ്രശ്നമല്ല, ന്യായം വിധിക്കപ്പെടും. ഈ നഫ്ഖിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞത്. വനുഫിഖ ഫിസ്സൂർ. അപ്പൊ ചോദിച്ചാൽ എത്ര നഫ്ഖുണ്ട് എന്ന് ചോദിച്ചാൽ 2 നഫ്ഖുണ്ട്. വന്നഫ്ഖു നഫ്ഖത്താൻ, സൂറിൽ ഊതും, കാഹളത്തിൽ ഊതും ഇസ്രാഫീൽ എന്ന് പറയുന്നത് അത് എത്ര ഊത്താണെന്ന് ചോദിച്ചാൽ അത് 2 ഊത്താണ്. എന്നാൽ 3 ഊത്തായിട്ട് പറഞ്ഞിട്ടുള്ള ഹദീസ് ളഅഫഹു അൽഅഇമ്മ, ഹദീസ് നിരൂപണം നടത്തുന്ന ഇമാമിങ്ങൾ അത് ദഈഫാണ് എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അബൂ ഹുറൈറയിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഹദീസാണ്. അതിലങ്ങനെ പറയുന്നുണ്ട്, 3 ഊത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. പക്ഷേ ലം യസ്ബുത്. എന്നാൽ സംശയരഹിതമായി പ്രമാണരേഖകളിൽ തെളിയുന്നത് 2 ഊത്താണ്. ഒന്നാമത്തേത് നഫ്ഖത്തുൽ ഫസഇ വസ്സഅഖ്, രണ്ടാമത്തേത് നഫ്ഖത്തുൽ ബഅസ്, മനുഷ്യരെയും മറ്റു ജീവജാലങ്ങളെയും പുനരുജ്ജീവിപ്പിക്കുന്ന ബഅസ്, പുനരുജ്ജീവിപ്പിക്കുന്ന ഊത്ത്. വനുഫിഖ ഫിസ്സൂർ, കാഹളത്തിൽ ഊതപ്പെട്ടു. ദാലിക യൗമുൽ വഈദ്, അതാണ് വഈദ്. അത് ഓരോരുത്തരോടും അള്ളാഹു താക്കീത് ചെയ്തിട്ടുള്ള, ഓരോരുത്തർക്കും അള്ളാഹു മുന്നറിയിപ്പ് നൽകിയിട്ടുള്ള ആ ശിക്ഷയുണ്ടല്ലോ, ആ ശിക്ഷ വഈദ്, അവന്റെ ഭീഷണി, അവന്റെ ശിക്ഷ, ആ ശിക്ഷ അവരിലേക്ക് വന്നു ചേരുന്ന ദിവസം അതാണ് യൗമുൽ വഈദ്. ആയത്തിന് ഇമാം സഅദി നൽകിയ വ്യാഖ്യാനം നോക്കൂ. ഇതില് ആ വാചകം 2 വാചകങ്ങളാണ്. ഒന്ന് ഒരു ജുംലത്തുൻ ഫിഅലിയ്യ ഉണ്ട്, മറ്റൊരു ജുംലത്തുൻ ഇസ്മിയ്യ ഉണ്ട്. നുഫിഖ ഫിസ്സൂർ, നുഫിഖ ഊതപ്പെട്ടു, ഫിസ്സൂർ കാഹളത്തിൽ ഊതപ്പെട്ടു. അവിടെ ഊതുന്നത് ഇസ്രാഫീലാണ്, പക്ഷെ ഫാഇലിനെ പറയുന്നില്ല അവിടെ. അതുകൊണ്ട് ക്രിയ എന്ത് ചെയ്തു? അൽ മബ്നിയു ലിൽ മജ്ഹൂൽ, നായിബ് ഫാഇൽ. അപ്പൊ ഫാഇൽ ഉണ്ടാവില്ല, നായിബ് ഫാഇൽ ഉണ്ടാവുള്ളൂ. വനുഫിഖ ഊതപ്പെട്ടു, ഫിസ്സൂർ കാഹളത്തിൽ ഊതപ്പെട്ടു. അത് അൽ മബ്നിയു ലിൽ മജ്ഹൂൽ, ഫാഇലിനെ പറയാത്ത സന്ദർഭങ്ങളിൽ അങ്ങനെയാണ്. മഅറൂഫായ ക്രിയക്ക് പകരം മജ്ഹൂലായ ക്രിയ എടുക്കും, പാസീവ് വോയിസ് എടുക്കും. ആക്റ്റീവ് വോയിസ് അല്ല, പാസീവ് വോയിസ് എടുക്കും. ഊതപ്പെടും, ഫിസ്സൂർ കാഹളത്തിൽ ഊതപ്പെട്ടു. അപ്പൊ ഫിഅലും ഫാഇലും, അഥവാ ഫിഅൽ ഇവിടെ മജ്ഹൂലായതുകൊണ്ട് ഫിഅലും നായിബ് ഫാഇലും വന്നു. അതോടുകൂടി ആദ്യത്തെ വാചകം തീർന്നു. അതുമായി മുതഅല്ലിഖായ ഒരു ജാറു മജ്റൂർ ഫിസ്സൂർ, സൂർ എന്ന് പറഞ്ഞാൽ വഹുവൽ ഖർൻ. അതിനെക്കുറിച്ച് ഹദീസുകളിൽ വന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥിരപ്പെട്ട ഹദീസ് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുന്ന ചോദ്യം, എനിക്ക് എങ്ങനെയാണ് ഒരു ആശ്വാസം ഉണ്ടാവുക, ഒരു സന്തോഷം ഉണ്ടാവുക? കാരണം ഇസ്രാഫീലിനെ ഞാൻ കണ്ടത് ഇപ്രകാരമാണ്. ഇസ്രാഫീൽ അതിങ്ങനെ വായിലേക്ക് ഇങ്ങോട്ട് ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇൽത്തഖമാന അവിടെ ഉപയോഗിച്ചിട്ടുള്ള, ഹദീസിൽ ഉപയോഗിച്ചിട്ടുള്ള പദം.
അത് വായിലേക്ക് ഒരു ലുക്മത്ത്, ഒരു ഉരുള നമ്മൾ വായിലേക്ക് വെക്കുന്ന മാതിരി ഇങ്ങോട്ട് വായിനോട് ചേർത്ത് വെച്ചിട്ടുണ്ട്. വൻഹനാബി ജബീനി, തന്റെ നെറ്റി ഇങ്ങോട്ട് താഴ്ത്തി പിടിച്ചിട്ടുണ്ട്. എന്നിട്ടിങ്ങനെ തന്റെ ചെവി അതിങ്ങനെ കൂർപ്പിച്ചു വെച്ചിരിക്കുകയാണ്. അള്ളാഹുവിന്റെ അമ്ര് വരാൻ വേണ്ടിയിട്ട് എപ്പോൾ വരുന്നുവോ അപ്പോൾ ഊതാൻ ഒരുങ്ങി നിൽക്കുകയാണ്. എന്ന് വെച്ചാൽ അത്രയും ഇമ്മിനന്റ് ആണ്, അത്രയും ആസന്നമാണ് എന്നാണ് അതിന്റെ അർത്ഥം. ഖിയാമത്ത് നാൾ അത്രയും അടുത്ത് കഴിഞ്ഞിട്ടുണ്ട്, ആസന്നമായി കഴിഞ്ഞിട്ടുണ്ട്. ذلك يوم الوعيد, ذلك يوم الوعيد. അവിടെ ഒരു മുബ്തദയും ഖബറും വന്നു. ദാലിക എന്നുള്ള ഇസ്മുൽ ഇഷാറ ലിൽ ബഈദ്, അത് മുബ്തദയാണ്. യൗമു എന്നുള്ളത് അതിന്റെ ഖബറാണ്. പിന്നെ അത് മുളാഫ് ഇലൈഹി, യൗമുൽ വഈദ്, അതാണ് യൗമുൽ വഈദ്. അങ്ങനെ വഈദ് എന്ന് പറഞ്ഞിട്ട് രണ്ട് കാര്യമാണ് ഉണ്ടാവുക. വഈദ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ നല്ലവരായ അടിയാറുകൾക്ക് കൊടുക്കും എന്ന് വാഗ്ദാനം ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അത് ലാ യുഖ്ലിഫ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും ലംഘിക്കൂല. വഅദുകൾ ലംഘിക്കുക എന്ന് പറയുന്നത് അത് പൂർണ്ണതക്ക് എതിരാണ്, അത് പൂർണ്ണതക്ക് എതിരാണ്. അതുകൊണ്ട് അത് അള്ളാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്ന പ്രശ്നമില്ല. ഇന്നല്ലാഹ ലാ യുഖ്ലിഫു വഅദഹു, ലാ യുഖ്ലിഫുൽ മിആദ്. അത് അള്ളാഹ് ആവർത്തിച്ച് പറയുന്നുണ്ട്. അള്ളാഹു അവന്റെ വാഗ്ദാനങ്ങൾ ലംഘിക്കുമെന്ന് നിങ്ങൾ കരുതണ്ട. ലാ യുഖ്ലിഫുൽ മിആദ്, വാഗ്ദാനങ്ങൾ ഒരിക്കലും ലംഘിക്കുന്നവനല്ല അവൻ. എന്നാൽ വഈദ് എന്ന് പറയുന്നത്, അവന്റെ ഭീഷണികളും താക്കീതുകളും എന്ന് പറയുന്നത്, അത് അതേമാതിരി തന്നെ നടപ്പിലാക്കിക്കൊള്ളണമെന്നില്ല. കുറെ കാര്യങ്ങൾ അവൻ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കും. ഒന്നിലധികം സന്ദർഭങ്ങളിൽ ഖുർആനിൽ പറയുന്നുണ്ട് വയഅഫു അൻ കസീർ. അവൻ ഭീഷണിപ്പെടുത്തിയിട്ടുള്ള, താക്കീത് നൽകിയിട്ടുള്ള കാര്യങ്ങൾ പലതും അവന്റെ അടിയാറുകളോടുള്ള റിഫ്ഖും റഹ്മത്തും കാരണത്താൽ അവൻ തന്നെ അഫ്വ് ചെയ്തു കൊടുക്കുന്നു, വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കും. അപ്പൊ രണ്ടും രണ്ടായിട്ടാണ് ഇതിനെ കാണേണ്ടത്. അത് അവന്റെ ശിക്ഷകളും അവന്റെ താക്കീതുകളിലും അവൻ വിട്ടുവീഴ്ച ചെയ്യാന്നുള്ളത് അതൊരു കുറവല്ല. ലൈസ ഐബൻ വലാ നഖ്സൻ, മറിച്ച് അത് കമാലാണ്, അത് പൂർണ്ണതയാണ്, അത് സൗന്ദര്യമാണ്, അതവന്റെ പിന്നെ സൽഗുണങ്ങളുടെ, അവന്റെ ഗുണങ്ങളുടെ, അവന്റെ സിഫാത്തുകളുടെ കമാലാണ്, പൂർണ്ണതയാണ്. നേരച്ച് വാഗ്ദാനം ചെയ്തത് ലംഘിക്കുകയാണെങ്കിൽ അത് അഴിബാണ്, അത് നഖ്സാണ്. അതുകൊണ്ട് തന്നെ ദാലിക യൗമുൽ വഈദ്, ആ ദിവസം വഈദുകൾ അത് ചേർക്കപ്പെടുന്ന ദിവസമാണ്, വഈദുകൾ നടപ്പിലാക്കപ്പെടുന്ന ദിവസമാണ് എന്ന് പറഞ്ഞു വെച്ചു. ഹൈ അൽ യൗം അല്ലദീ യൽഹഖുൽ ളാലിമീന മാ ഔഅദഹുമുല്ലാഹു ബിഹി മിനൽ ഇഖാബ്. ആ വാചകം നിങ്ങൾ സ്വന്തം മനസ്സിലാക്കാൻ പറ്റണം നിങ്ങൾക്ക്. അൽ യൗം, ദാലിക്കൽ യൗം, അന്ന് അത് എന്ന് പറയുന്നത് ഒരു ദിനമാണ്, അതൊരു ഘട്ടമാണ്. നമ്മൾ ദിവസം എന്നൊക്കെ ഉള്ളത്, യൗമുൻ എന്നുള്ളത് അറബിയിലുള്ള ഒരു പ്രയോഗമാണ്. അതിനെ മലയാളത്തിലേക്ക് പറയാൻ വേണ്ടി ദിവസം, ദിനം എന്നൊക്കെ പറയാണ്. അതിന് 24 hours എന്നൊന്നും കണക്കാക്കണ്ട. യൗമ് അത് വേറൊരു ഘട്ടമാണ്. ഇപ്പൊ നമ്മളുള്ള ഈ സമയവ്യവസ്ഥ അത് കുത്തി കെട്ടഴിച്ചിട്ട് ഇതങ്ങ് പോയിട്ട് വേറെ ഒരു അവസ്ഥ തുടങ്ങാണ്. അതിന് വേറെ സ്കെയിലാണ്, അതിന്റെ പാരാമീറ്റേഴ്സ് എല്ലാം ഡിഫറൻ്റ് ആണ്. അതുകൊണ്ട് അതിന് യൗമ് എന്ന് പറഞ്ഞു. അപ്പൊ അത് വേറൊരു ഘട്ടമാണ്. അല്ലദീ യൽഹഖുൽ ളാലിമീൻ, ആ ഘട്ടം അല്ലെങ്കിൽ ആ ദിനം, അതിന്റെ പ്രത്യേകത യാതൊരു ദിവസമാണത്. യൽഹഖുൽ ളാലിമീൻ, ളാലിമീങ്ങൾക്ക് വന്നു ചേരും. ലഹഖ യൽഹഖു പറഞ്ഞാൽ വന്നു ചേരും. ആർക്ക്? അൽളാലിമീൻ, അക്രമകാരികളായ ആളുകൾക്ക്. എന്താണ് മാദാ യൽഹഖു ബിഹിം? മാ ഔഅദഹുമുല്ലാഹു ബിഹി, അള്ളാഹു അവരെ ഭീഷണിപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ. മാ യാതൊന്ന്, യൽഹഖു എന്നതിന്റെ ഫാഇല് മാ ആണ്. യൽഹഖു മാ, ഒന്ന് വന്നു ചേരും.
ആർക്കാണത് വന്നു ചേരുക? ആരെയാണത് ബാധിക്കുക? ലാലിമീങ്ങളെ. ഏതാണ് ഈ ഒന്ന്? മാ എന്ന് പറയുന്ന ഇസ്മുൽ മൗസൂൽ, റിലേറ്റീവ് പ്രൊനൗൺ, അതിന്റെ സ്വല എന്താണ്? ഒന്ന് എന്ന് പറഞ്ഞാൽ അത് വിശദീകരിക്കണമല്ലോ. അതാണ് വിശദീകരിക്കുന്നത്. ഔഅദഹുമുല്ലാഹു ബിഹി, അള്ളാഹു ഏതൊന്നുകൊണ്ട് അവരെ ഭീഷണിപ്പെടുത്തിയോ അവർക്ക് താക്കീത് നൽകിയോ ആ ഭീഷണികൾ, ആ താക്കീതുകൾ അവരിലേക്ക്, അക്രമകാരികളിലേക്ക് വന്നു ചേരുന്ന ദിവസമാണത്. അള്ളാഹു അവരോട് ഭീഷണിപ്പെടുത്തിയ ഭീഷണി എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാന്റെ ഭീഷണി മിനൽ ഇഖാബ്, അള്ളാഹ് അവരെ ശിക്ഷിക്കുന്നുള്ളതാണ്. ഇഖാബാണ്, ശിക്ഷയാണ്. അപ്പോ അള്ളാഹു അവരെ ഭീഷണിപ്പെടുത്തിയിട്ടുള്ള, അവരെ താക്കീത് നൽകിയിട്ടുള്ള ശിക്ഷ ഉണ്ടല്ലോ, ആ ശിക്ഷ ലാലിമീങ്ങളായ ആളുകൾക്ക് വന്നു ചേരുന്നതായ ദിവസമാകുന്നു അത്. അൽയൗം അല്ലദീ യൽഹഖുൽ ലാലിമീൻ, ലാലിമീങ്ങൾക്ക് അത് വന്നു ചേരും. എന്താണ് വന്നു ചേരാൻ പോകുന്നത്? മാ, യാതൊന്നാണ്. ആ യാതൊന്ന് എന്ന് പറഞ്ഞാൽ എന്താണ് ആ യാതൊന്ന്? ഔഅദഹുമുല്ലാഹു ബിഹി, അള്ളാഹു അവരോട് താക്കീത് നൽകിയിട്ടുള്ള മിനൽ ഇഖാബ്. ആ മിന്ന് ലിൽ ബയാൻ, വിശദീകരിക്കാനാണ്. അള്ളാഹു അവരെ ഭീഷണിപ്പെടുത്തിയിട്ടുള്ള കാര്യത്തെ വിശദീകരിക്കാണ്. അതെന്താണ്? മിനൽ ഇഖാബ്, ഇഖാബാണ്. അതുപോലെ തന്നെ വൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്ക് വന്നു ചേരും. യൽഹഖുൽ മുഅ്മിനീൻ, ഇവിടെ അൽ മുഅ്മിനീൻ എന്ന് പറയുന്നത് വൽ വാവു ലിൽ അത്ഫ്, അൽ മുഅ്മിനീൻ മഅ്തൂഫുൻ അലാ മാദാ അലൽ ളാലിമീൻ. യൽഹഖുൽ ളാലിമീന വൽ മുഅ്മിനീൻ, യൽഹഖുൽ ളാലിമീന വൽ മുഅ്മിനീൻ, ളാലിമീങ്ങൾക്ക് വന്നു ചേരുന്നത് മാ വഅദഹും, അള്ളാഹു അവരോട് ഭീഷണിപ്പെടുത്തിയിട്ടുള്ള ബിഹി മിനൽ ഇഖാബ്, ശിക്ഷയാണെങ്കിൽ മുഅ്മിനീങ്ങൾക്ക് വന്നു ചേരുന്നത് മാ വഅദഹും ബിഹി മിനസ് സവാബ്. മാ വഅദഹും, അള്ളാഹു അവരോട് വാഗ്ദാനം ചെയ്തിട്ടുള്ള കാര്യമാണ്. വഅദഹും, വഅദ് വഅീദ്, ഇത് രണ്ടും രണ്ടെന്നെയാണ്. അത് നമ്മളെ ദീനിലെ അടിസ്ഥാനമായിട്ടുള്ള കോൺസെപ്റ്റുകളിൽപ്പെട്ട സംഗതികളാണ്. ഒന്ന് അൽ വഅദ് വൽ വഅീദ്. അതിന് രണ്ടും രണ്ടായി തന്നെ കാണുകയും മനസ്സിലാക്കുകയും ചെയ്യണം. അത് നമ്മുടെ റജാവും അതുപോലെ തന്നെ നമ്മുടെ ഖൗഫുമായി ബന്ധപ്പെട്ടതാണ്. റജാ, ഖൗഫ് എന്ന് പറയുന്നത് അള്ളാഹ്ക്ക് ഇബാദത്ത് നടത്തുന്ന ഇബാദത്തിന്റെ രണ്ട് വശങ്ങളാണ്. അതുകൊണ്ടാണ് പറയുന്നത് അതൊരു അടിസ്ഥാന ഭാവനയാണ്. അൽ വഅദു വൽ വഈദ്, ആ വാക്ക് നമുക്ക് കിട്ടണം, ആശയം നമുക്ക് കിട്ടണം. വഅദ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാഗ്ദാനാണ്. എന്താണ് വാഗ്ദാനം? മാ വഅദല്ലാഹു ബിഹി അൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്ക് അള്ളാഹു നൽകിയിട്ടുള്ള മിനൽ ജസാ, വലിയ പ്രതിഫലം, അതാണ് വഅദ്. അത് അള്ളാഹ് ഒരിക്കലും ലംഘിക്കൂല, അത് അള്ളാഹു പൂർത്തീകരിക്കുന്നുള്ളതാണ്. വഈദ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹു ഭീഷണിപ്പെടുത്തിയിട്ടുള്ള, താക്കീത് നൽകിയിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഒരു വിശ്വാസി അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യുന്നത് 3 കാര്യങ്ങൾ ഇബാദത്തിൽ ഉണ്ടാകണം. 3 കാര്യങ്ങൾ. ആ 3 കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യം മഹബ്ബത്തുല്ലാഹ്, അള്ളാഹുവിനോടുള്ള സ്നേഹമാണ്. അള്ളാഹുവിനോടുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ അതന്നെ പിന്നെ വിശദീകരിക്കേണ്ട കാര്യമാണ്. അങ്ങനെ വിശദീകരിച്ച് പോകുമ്പോൾ മൊത്തം നിങ്ങൾക്ക് വിഷയത്തെക്കുറിച്ചുള്ള ചിത്രം കിട്ടൂല. അള്ളാഹ്ക്ക് മഹബ്ബത്തുല്ലാ എന്ന് പറഞ്ഞാൽ മഹബ്ബത്തുല്ലാ, അൽ മഹബ്ബത്തുലില്ല, അൽ മഹബ്ബത്തു ഫില്ല, ഇങ്ങനെ 2-3 കാര്യങ്ങൾ ചേർന്നതാണ്. അത് വേറെ കാര്യം, അവിടെ നിൽക്കട്ടെ. അപ്പൊ അള്ളാഹിനോടുള്ള മഹബ്ബത്തില്ലാതെ നമ്മൾ അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്താൽ ഇബാദത്താവില്ല. അള്ളാഹ്ക്കുള്ള ഇബാദത്താകണമെങ്കിൽ ആ ഇബാദത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചേരുവ മഹബ്ബത്തായിരിക്കണം, അവനോടുള്ള മഹബ്ബത്തായിരിക്കണം. പിന്നെ അള്ളാഹ്ക്കുള്ള ഇബാദത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഇബാദത്ത് എന്ന് പറഞ്ഞാൽ ഖൗഫായിരിക്കണം. ഖൗഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിനൽ വഈദ്, അവന്റെ വഈദിനോട്, അവന്റെ താക്കീതുകളെ കുറിച്ചുള്ള പേടിയായിരിക്കണം. 3-മത്തേത് എന്തായിരിക്കണം? അർറജാ, പ്രതീക്ഷയായിരിക്കണം. ഏതിനോടുള്ള പ്രതീക്ഷയായിരിക്കണം? മിൻ വഅദിഹി, അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള വാഗ്ദാനങ്ങളെ കുറിച്ചുള്ള പ്രതീക്ഷകളുമായിരിക്കണം. വകാനൂ യദ്ഊനനാ റഗബൻ വറഹബൻ വകാനൂ ലനാ ആബിദീൻ. ഈ അമ്പിയാക്കന്മാർ മുൻകാലത്ത് കഴിഞ്ഞു പോയി എന്ന് പറഞ്ഞ അള്ളാഹു എണ്ണിയതും എണ്ണാത്തതുമായ സകലമാന അമ്പിയാക്കളും മുർസലീങ്ങളും
അവരെ കുറിച്ച് അല്ലാഹു പറഞ്ഞത് യദ്ഉനന, അവര് നമുക്ക് ഇബാദത്ത് ചെയ്യുന്നവരായിരുന്നു. റഗബൻ വറഹബൻ, റഗ്ബത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് റജാ ആണ്, പ്രതീക്ഷയാണ്, വഅദുമായി ബന്ധപ്പെട്ടതാണ്. റഹബൻ എന്ന് പറഞ്ഞാൽ അത് ഖൗഫാണ്, പേടിയാണ്, അത് വഈദുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ വഈദിനെ കുറിച്ചുള്ള പ്രതീക്ഷയും വഈദിനെ കുറിച്ചുള്ള പേടിയും അത് രണ്ടും വേണം. അതില് ഇദാ തഗാ അഹദുഹുമാ അലൽ ആഖർ, ഒന്ന് മറ്റൊന്നിന്മേൽ കൂടുതൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈമാൻ തകരാറായി കഴിഞ്ഞു. വെറും പേടി, പ്രതീക്ഷല്ല, വെറും പേടി മാത്രാണ്. വഴീദിൽ മാത്രാണെങ്കിൽ അവര് വഴീദികളാണ്, അവരാണ് ഖവാരിജുകളുടെ ഭാഗത്തേക്ക് പോവുക. പേടി ഒട്ടുമില്ല, വെറും വഴുത് മാത്രം, പ്രതീക്ഷ മാത്രമേ ഉള്ളൂ, അവന്റെ വാഗ്ദാനം മാത്രമേ കാണുന്നുള്ളൂങ്കിൽ അവരാണ് ഇർജായിലേക്ക് പോവുക. അതുകൊണ്ട് ഒന്നൊന്നിനുമേൽ എന്ത് ചെയ്യാൻ പാടില്ല, തുകയാൻ കാണിക്കാൻ പാടില്ല, ഒന്നൊന്നിനുമേൽ അതിക്രമിച്ച് മോള് കയറാൻ പാടില്ല. രണ്ടും സമാസമം നൽകണം. ഒരു പക്ഷി അത് പറക്കണമെങ്കിൽ അതിന് തല വേണം, അതിന് രണ്ട് ചിറകുകൾ വേണം. ഒരു ചിറക് നിങ്ങൾ ഒടിച്ചിട്ടുണ്ടെങ്കിൽ അത് താഴെ വീഴും. ഇതന്നെയാണ് അവസ്ഥ. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ളാലിമീങ്ങളായ ആളുകൾക്ക് പറഞ്ഞിട്ടുള്ള വഈദുകൾ അവരിലേക്ക് ചേരുന്ന ദിവസമാണത്. അള്ളാഹു മുഅ്മിനീങ്ങളായ ആളുകൾക്ക് പറഞ്ഞിട്ടുള്ള വഅദുകൾ ഉണ്ടല്ലോ, മിനസ്സവാബ് മാ വഅദഹും ബിഹി മിനസ്സവാബ്, അവർക്ക് നൽകിയിട്ടുള്ള വഅദുകൾ, അത് സവാബിനെ കുറിച്ച്, പ്രതിഫലത്തെ കുറിച്ച് നൽകിയിട്ടുള്ള വാഗ്ദാനങ്ങൾ, അത് അവരിലേക്കും ചേരുന്ന ദിവസമാണ്. ആ ദിവസം, ആ ഘട്ടം തുടങ്ങുന്നത് നഫ്ഖത്തോടു കൂടിയാണ്. വന്നഫ്ഖത്തു നഫ്ഖത്താനി, നഫ്ഖത്തുൽ ഫസഇ വസ്സഅഖ് ഒന്ന്, രണ്ടാമത്തേത് നഫ്ഖത്തുൽ ബഅസ് വന്നുശൂർ, അൽ ബഅസ് വന്നുശൂർ, അതാണ് രണ്ടാമത്തത്. അപ്പൊ ബഅസ്, നഫ്ഖത്ത്, സഅഖ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിന്റെ മുമ്പ് കഴിഞ്ഞു പോയതുകൊണ്ട് ഇവിടെ അവര് വിശദീകരിക്കൂല. അത് സൂറത്ത് സുമറിൽ വിശദമായി കഴിഞ്ഞു പോയിട്ടുള്ളതാണ്. അതിന്റെ രത്ന ചുരുക്കാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. അപ്പൊ ആ വാചകം വളരെ ക്ലിയർ ആണ്. വനുഫിഖ ഫിസ്സൂർ ദാലിക യൗമുൽ വഈദ്. ഒരു ജുംല ഫിഅലിയ ഉണ്ട്, ഒരു ജുംല ഇസ്മിയ ഉണ്ട്. ജുംല ഫിഅലിയയില് ഒരു പിന്നെ മാളി മബ്നിയുൽ ലിൽ മജ്ഹൂൽ വനായിബുൽ ഫാഇൽ, ഫിസ്സൂർ എന്നുള്ള മുതഅല്ലിഖു ബിൽ ഫിഅൽ, ഫിഅലുമായി ബന്ധപ്പെട്ട ജാർ മജ്റൂർ. ദാലിക യൗമുൽ വഈദ് എന്ന് പറയുന്നത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു വാചകമാണ്. ദാലിക യൗമുൽ വഈദ്, ആ വഈദ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ വിശദീകരണമാണ് പറഞ്ഞത്. അൽ യൗമുൽ ലദീ യൽഹഖ് അൽളാലിമീന മാ വഅദഹും അല്ലാഹു ബിഹി മിനൽ ഇഖാബ് വൽ മുഅ്മിനീന മാ വഅദഹും ബിഹി മിനസ് സവാബ്. അല്ലാഹു ളാലിമീങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള ഇഖാബ് അവരിലേക്ക് ചെന്ന് ചേരുന്ന ദിവസം, മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു പറഞ്ഞിട്ടുള്ളതായ വഅദ്, പ്രതിഫലമാകുന്ന വാഗ്ദാനങ്ങൾ അവരിലേക്ക് ചെന്ന് ചേരുന്നതായ ദിവസം. വനുഫിഖ ഫിസ്സൂരി ദാലിക യൗമുൽ വഈദ്. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, വജാഅത് കുല്ലു നഫ്സിൻ മഅഹാ സായിഖുൻ വശഹീദ്. വജാഅത് കുല്ലു നഫ്സിൻ മഅഹാ സായിഖുൻ വശഹീദ്. അന്നേ ദിവസം ഓരോ നഫ്സും, വജാഅത് കുല്ലു നഫ്സ്, എല്ലാ ഓരോ ആത്മാവും, ഓരോ മനുഷ്യാത്മാവും അവിടെ വരികയായി. മഅഹാ സായിഖുൻ വശഹീദ്. ആ മനുഷ്യാത്മാവിന്റെ കൂടെ സായിഖ് ഉണ്ട്, ഷഹീദ് ഉണ്ട്. സായിഖ് എന്ന് പറഞ്ഞാൽ അന്ന് നമ്മുടെ നാടൻ അർത്ഥത്തിൽ പറയാ ഡ്രൈവർക്കാണ് സായിഖ് എന്ന് പറയാ. സാക്ക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നയിച്ചു എന്നാണ്. സായിഖ് നയിക്കുന്നവനാണ്, ഒരു വസ്തുവിനെ തെളിച്ചു കൊണ്ടുവരുന്നവൻ. മൃഗാണെങ്കിൽ ആ മൃഗത്തെ തെളിച്ചു കൊണ്ടുപോകുന്ന ആളാണ് സായിഖ്. വാഹനമാണെങ്കിൽ ആ വാഹനത്തെ ഓടിക്കുന്നവനാണ് സായിഖ്. സാക്കയെ സൂക്കു എന്ന് പറഞ്ഞാൽ നയിച്ചു എന്നാണ്. അപ്പോ എല്ലാ മനുഷ്യാത്മാക്കളും വന്നു. വജാഅത് കുല്ലു നഫ്സ്, വജാഅത് കുല്ലു നഫ്സ്. അവിടെ ജാഅത്ത് എന്നുള്ളത് തേനീത്ത് കൊടുത്തിട്ടുള്ളത് അത് ജംഇനെ പരിഗണിച്ചിട്ടാണ്. ജംഇ വരുമ്പോ
കുല്ലു ജംഇ മുഅന്നസു എന്ന് പറയുന്നതാണ് അറബിയിലുള്ള ഒരു പൊതു തത്വം, ഭാഷാ നിയമം അങ്ങനെയാണ്. അതുകൊണ്ട് ജാ എന്നുള്ളത് ജാഅത്ത് നാക്കി. കുല്ലു നഫ്സ്, ആ കുല്ല് ജമ്മാണ്, ജാന്റെ ഫാഇല് കുല്ലാണ്. പിന്നെ അതിനെ ഇളാഫത്ത് ചെയ്തു. എന്തിന്റെ കുല്ലാണ്? എല്ലാം എന്ന് പറഞ്ഞാൽ കുല്ലു നഫ്സിൻ, മനുഷ്യാത്മാക്കൾ അഥവാ മുഴു മനുഷ്യാത്മാക്കളും വന്നു. ഒരാൾ പോലും ഒഴിയാൻ പോകുന്നില്ല. അള്ളാന്റെ മുന്നിൽ വരാതെ ഒരാൾ പോലും ഇല്ല. ഇൻ കുല്ലു മൻ ഫിസ് സമാവാതി വൽ അർദ് ഇല്ലാ ആതിർ റഹ്മാനി അബ്ദൻ ലഖദ് അഹ്സാഹും വഅദ്ദഹും അദ്ദൻ വകുല്ലുഹും ആതിഹി യൗമൽ ഖിയാമത്തി ഫർദ. അതാണ് ആ ദിവസത്തിന്റെ പ്രത്യേകത. ആകാശഭൂമികളിലുള്ള എല്ലാ ഓരോരുത്തരും ഇല്ല ആതിർ റഹ്മാൻ അബ്ദ, റഹ്മാനായ അള്ളാന്റെ അടുക്കൽ വിധേയരായിട്ട് വരാതിരിക്കൂല. ലഖദ് അഹ്സാഹും വഅദ്ദഹും അദ്ദ, അവരല്ല കൃത്യമായി ക്ലിപ്തപ്പെടുത്തിയിട്ടുണ്ട്, എന്യൂമറേറ്റ് ചെയ്തിട്ടുണ്ട്, എണ്ണിക്കണക്കാക്കിയിട്ടുണ്ട്. അദ്ദഹും അദ്ദ വകുല്ലുഹും ആതിഹി യൗമൽ ഖിയാമത്തി ഫർദ, അവരെല്ലാവരും അള്ളാന്റെ അടുക്കൽ അവന്റെ മുമ്പാകെ ഹാജരാക്കപ്പെടും. അത് ഫർദൻ, ഇൻഡിവിജ്വലി. ഞാൻ പാർട്ടിക്കാരനാണ്, ഞാൻ വരുമ്പോ എന്റെ കൂടെ എല്ലാരും കൂടി ഉണ്ടാകും ഇൻകിലാബ് വിളിച്ചിട്ട്. അങ്ങനെ ഇൻകിലാബ് വിളിക്കുന്ന അനുയായികൾ ആരും ഉണ്ടാവില്ല. ഞാൻ വലിയ രാജാവാണ്, എനിക്ക് വലിയ പ്രജകളും രാജ്യമുണ്ട്, അവരൊന്നും ഉണ്ടാവില്ല. ഞാൻ സൈന്യാധിപനാണ്, ഞാൻ വിരല് ചൂണ്ടിയിട്ടുണ്ടെങ്കിൽ ലക്ഷക്കണക്കിനായ സൈനികര് മാർച്ച് ചെയ്യാൻ റെഡിയായി നിൽക്കുന്നുണ്ടായിരുന്നു, ഒരു സൈന്യം ഉണ്ടാവില്ല. ഞാനൊരു സംഘടനക്കാരനാണ്, ഞാൻ നേതാവാണ്, ഞാൻ പറഞ്ഞ വാക്ക് അതേപടി ശ്വാസം വിടാതെ നടപ്പിലാക്കുന്ന അനുയായികൾ ഉണ്ടായിരുന്നു, അവരാരും ഉണ്ടാവില്ല. കമാ ഖലഖനാകും അവ്വല മറ, അള്ളാഹു പറഞ്ഞത് വജിഅ്തുമൂന, നിങ്ങൾ നമ്മുടെ അടുക്കൽ വന്നിരിക്കുന്നു. നിങ്ങൾ നമ്മുടെ അടുക്കൽ വരുന്നത് കമാ ഖലഖനാകും അവ്വല മറ, ആദ്യ തവണ നിങ്ങളെ നാം സൃഷ്ടിച്ചില്ലേ, അപ്പോൾ എങ്ങനെയാണോ നിങ്ങൾ ഓരോരുത്തരും, അത് പാർട്ടിയായിട്ടല്ലല്ലോ വന്നത്, അല്ലെങ്കിൽ ഒരു സൈന്യാധിപനായിട്ടല്ലല്ലോ വന്നത്, അല്ലെങ്കിൽ രാജാവും പ്രജകളോടൊപ്പം അല്ലല്ലോ വന്നത്. ഓരോരുത്തരും ഈ ഭൂലോകത്തേക്ക് കടന്നു വന്നത് തനിച്ചാണ്, ഒരു ഉടുതുണി ഇല്ലാതെ അള്ള സൃഷ്ടിച്ച ആ പടച്ച അതേ കോലത്തിലാണ് വന്നത്. ആ പടച്ച അതേ കോലത്തിൽ ഓരോരുത്തനായിട്ട് അള്ളാന്റെ മുന്നിൽ വരും. വകുല്ലുഹും ആതിഹി യൗമൽ ഖിയാമത്തി ഫർദ. അത് വ്യക്തിപരമായ മനുഷ്യന്റെ ഉത്തരവാദിത്വം, അതിനെക്കുറിച്ച് മനുഷ്യന് ഓർമ്മ വേണം. ബാക്കിയുള്ള ആളുകളൊന്നും ഇവിടെ ഇപ്പൊ കൈയടിക്കാനും ഇപ്പൊ ആവേശം പകരാനുള്ള സോഷ്യൽ മീഡിയക്കാരൊന്നും അന്നുണ്ടാവില്ല, പാർട്ടിക്കാരുണ്ടാവില്ല, അല്ലെങ്കിൽ സൈനികരുണ്ടാവില്ല, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ഗുണ്ടാ ഗ്രൂപ്പ് ഉണ്ടാക്കിയാലും മാഫിയ ഉണ്ടാക്കിയാലും അവരാരും ഉണ്ടാവില്ല. അവന്റെ സ്വന്തം ഉത്തരവാദിത്തത്തിന്റെ അള്ളാന്റെ മുന്നിൽ വന്നു നിൽക്കേണ്ടി വരും. അള്ള എങ്ങനെയാണോ ആദ്യ തവണ ഈ ഭൂലോകത്തേക്ക് പടച്ചു വിട്ടത്, ആ രൂപത്തിൽ ഹുഫാത്തിൻ ഉറാത്തിൻ ഉർല, കാലില് ധരിക്കാൻ ചെരുപ്പുണ്ടാവില്ല, നിങ്ങൾക്ക് നാണം മറക്കാൻ തുണി ഉണ്ടാവില്ല, നിങ്ങൾ ചേലാകർമ്മം പോലും കഴിച്ചിട്ടില്ലാത്ത വിധത്തിലാണ് ഖിയാമത്ത് നാളിൽ ഹാജരാക്കപ്പെടുക. അത്ര വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിശദീകരിച്ചിട്ടുണ്ട്. എന്നിട്ട് അള്ളാന്റെ മുന്നിൽ അവൻ നിൽക്കുകയാണ്. ലൈസ ബൈനഹു വബൈനല്ലാഹി തുർജുമാൻ ഇല്ലാ വയുകല്ലിമുഹു റബ്ബുഹു, നിങ്ങളിൽ ഒരാൾ പോലും തന്റെ റബ്ബ് നേർക്ക് നേരെ അവനോട് ചോദിക്കും, പറയും. ലൈസ ബൈനഹു വബൈനല്ലാഹി തുർജുമാൻ, അവനും അവന്റെ റബ്ബിനുമിടയിൽ പരിഭാഷപ്പെടുത്താൻ ഒരാൾ പോലും ഉണ്ടാവില്ല. അങ്ങനെ അള്ളാഹ് നേർക്ക് നേരെ ചോദിക്കാതെ ഒരാൾ പോലും രക്ഷപ്പെടൂല. അവിടുന്ന് അവന്റെ ഒരു കാലടി അങ്ങോട്ട് വെക്കണമെങ്കിൽ അവന്റെ ജീവിതത്തിന് അവൻ കണക്ക് പറഞ്ഞിരിക്കണം. ലാ തസൂലു ഖദമ അബ്ദിൻ ഹത്താ യുസ്അല അൻ ഖംസിൻ,
ഒരു കാലടി മുന്നിക്ക് വെക്കണമെങ്കിൽ ഇനി ചോദിക്കുന്ന 5 കാര്യങ്ങൾക്ക് അവൻ തൃപ്തികരമായ ഉത്തരം കൊടുത്തേ പറ്റൂ. ഇത്ര കാലം നിനക്ക് ആയുസ് നൽകിയാലോ, ആയുസ് നീ എന്തിൽ കൊണ്ടുപോയി തുലച്ചു? വഅൻമാലിഹി, തന്റെ ധനത്തെ കുറിച്ച് ചോദിക്കും. അത് എവിടുന്നാണ് ഉണ്ടാക്കിയത്, അത് എന്തിനാണ് ചെലവഴിച്ചത്? ഇങ്ങനെ തുടങ്ങി അവനെക്കുറിച്ച്, അവന്റെ ജീവിതത്തെക്കുറിച്ച് അവന് കണക്ക് ബോധിപ്പിച്ചിട്ട് അല്ലാതെ ഒരാൾക്കും തന്റെ കാല് മുന്നോട്ട് വെക്കാൻ സാധ്യമല്ല. അപ്പൊ അവനെ കൊണ്ടുവരുന്ന വരവ് എങ്ങനെയെന്ന് പറഞ്ഞാൽ വജഅത്ത് കുല്ലു നഫ്സിൻ മഅഹ, ആ ആത്മാവിന്റെ കൂടെ ഉണ്ട്. നഫ്സ് എന്നുള്ളത് സാധാരണ അറബിയിൽ മുഅന്നസായിട്ട് ഉപയോഗിക്കുന്ന ഒരു പദമാണ്. നഫ്സ് അത് മുഅന്നസായിട്ടാണ് ഉപയോഗിക്കുക. മുഅന്നസ് സമാഇ മഅഹ, ആ നഫ്സിന്റെ കൂടെ ഉണ്ട്. സായിഖ് ഉണ്ട്. വസ്സായിഖ, സായിഖ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മിനൽ മലായിക, അവനെ തെളിച്ചു കൊണ്ടുവരുന്നത് അവനെ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ളൊരു മലക്കാണ് അവനേറ്റ് വരിക. വശഹീദ്, അതുപോലെ തന്നെ ആ മലക്ക് മാത്രമല്ല, അവനെ നയിച്ചു കൊണ്ടുവരുന്ന, അവനെ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള മുവക്കലായ ഒരു മലക്ക് അവന് സായിഖായിട്ട് അവനെ ഡ്രൈവ് ചെയ്തുകൊണ്ട് അവനെ നയിച്ചു കൊണ്ടുവരുന്നു. അതേപോലെ തന്നെ വശഹീദ്, ഒരു ഷഹീദും ഉണ്ട്. ആ ഷഹീദ് അത് വ്യാഖ്യാനങ്ങൾ 2 രൂപത്തിലാണ് പോവുക. വശഹീദ്, സാക്ഷി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവന്റെ എല്ലാ കർമ്മങ്ങളും രേഖപ്പെടുത്തിയിട്ടുള്ള മലക്കുകളിൽ നിന്നുള്ളൊരു സാക്ഷിയായിരിക്കും എന്ന് പറയുന്ന വ്യാഖ്യാനങ്ങളുണ്ട്. അതേ സന്ദർഭത്തിൽ ഷഹീദ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവന്റെ സാക്ഷി അവന്റെ കൂടെ തന്നെ ഉണ്ട്. അത് അവന്റെ കയ്യാണ്, അത് അവന്റെ കാലാണ്, അവന്റെ ആത്മാവ് തന്നെയാണ്. ബലിൽ ഇൻസാനു അലാ നഫ്സിഹി ബസീറ, ഓരോ മനുഷ്യനും അവനെതിരിൽ അവന്റെ സാക്ഷി അവൻ തന്നെയാണ്. അല്ലയോ മനഖ്തിമു അലാ ഫുവാഹിഹിം, കളവ് പറഞ്ഞ് ശീലിച്ച വായ അള്ളാഹു സീൽ വെച്ച് പൂട്ടിക്കളയും. വതുകല്ലിമുന ഐദീഹിം വതശ്ഹദു അർജുലുഹും, നമ്മോട് അന്ന് കാര്യങ്ങൾ വിളിച്ചു പറയുന്നത് അവന്റെ കരങ്ങളാണ്, കൈകളാണ്. അവനെതിരിൽ സാക്ഷി നിൽക്കുന്നത് അവന്റെ കാലുകളാണ്. അതപ്പോ ആ സാക്ഷി അവൻ തന്നെയാണ് എന്ന് പറയുന്ന വ്യാഖ്യാനമുണ്ട്. അതല്ല മലക്കാണ് എന്ന് പറയുന്ന വ്യാഖ്യാനമുണ്ട്. ഏതാണെങ്കിലും അവനെ നയിച്ചു കൊണ്ടുവരാൻ അവനെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു മലക്കും അവനെതിരിൽ അവന്റെ കാര്യങ്ങളിൽ സാക്ഷി പറയാൻ, കർമ്മങ്ങൾക്ക് സാക്ഷിയായി അവൻ ചെയ്ത കാര്യങ്ങൾക്ക് സാക്ഷി പറയാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ അവനിൽ നിന്ന് തന്നെയുള്ള സാക്ഷിയാകാം, അല്ലെങ്കിൽ മലക്കുകളാകാം. ഇതല്ലാത്ത സാക്ഷികളൊക്കെ വരുന്ന കാര്യങ്ങളുമുണ്ട്. അതിന്റെ വ്യാഖ്യാനം എന്ന് നോക്കും. യസൂഖുഹ ഇലാ മൗഖിഫിൽ ഖിയാമ ഫലാ യുംകിനുഹ അൻ തതഅഖറ അൻ. യസൂഖുഹ, ആ നഫ്സിനെ, കുല്ലു നഫ്സിൻ എന്ന് പറഞ്ഞ നഫ്സില്ലേ, ഓരോ മനുഷ്യാത്മാവും, ആ ഓരോ മനുഷ്യാത്മാവിനെയും നയിച്ചു കൊണ്ടുവരുന്നു. യസൂഖു, അതിന്റെ ഫാളില് അവിടെ സായിഖിലേക്ക് മടങ്ങുന്ന ലമീറാണ്. യസൂഖു, യസൂഖു എന്നതിന്റെ ഫാളില് മുസ്തത്തിർ, തഖ്ദീറുഹു ഹുവ യഊദു ഇലാ അസ്സായിഖ്, ആയത്ത് പറഞ്ഞിട്ടുള്ള സായിഖ്. വജാഅത്ത് കുല്ലു നഫ്സിൻ മഅഹാ സായിഖുൻ എന്ന് പറഞ്ഞ സായിഖ്. ആ സായിഖ് യസൂഖുഹ, ആ നഫ്സിനെ നയിച്ചു കൊണ്ടുവരുന്നു. ഹ എന്ന് പറയുന്ന ലമീർ നഫ്സിലേക്ക് മടങ്ങുന്നു. എങ്ങോട്ടാണ് നയിക്കുന്നത്? ഇലാ മൗഖിഫിൽ ഖിയാമ, ഐ ഇലൽ മഹ്ശർ, ഇലൽ മഹ്ശർ, ഖിയാമത്ത് നാളിന്റെ ആ മൗഖിഫിലേക്ക്. മൗഖിഫ് എന്ന് പറഞ്ഞാൽ വഖഫ, നിന്നു, മൗഖിഫ് നിൽക്കാനുള്ള സ്ഥലം, വഹുവൽ മഹ്ശർ. അവിടത്തേക്ക് അവനെ കൊണ്ടുവരികയാണ്. അവനെ നയിച്ചു കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ അവന് അതിന്റെ അർത്ഥം ഫലാ യുംകിനുഹ, ലാ യുംകിനുഹ, ലാ യുംകിൻ, സാധ്യമല്ല. ആ മനുഷ്യാത്മാവിന്, അഥവാ യാതൊരു മനുഷ്യാത്മാവിനും സാധ്യമല്ല. അൻ തതഅഖറ അൻഹു, ആ മൗഖിഫിലേക്ക് പോകുന്നതിൽ നിന്ന് അല്പം പോലും പിന്താൻ അവിടെ അവൻ വന്ന് നിന്നേ പറ്റൂ. അങ്ങോട്ട് പോകുന്നതിൽ ഒരു അമാന്തം കാണിക്കാൻ ഒരു മനുഷ്യാത്മാവിനും പറ്റില്ല. കാരണം അവൻ ഫോഴ്സ്ഫുള്ളി അതിലേക്ക് നയിക്കപ്പെടുകയാണ്. അവനെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന മലക്കുണ്ട്, ഒരു സായിഖുണ്ട്, സായിഖും മിനൽ മലായിക. ആ മലക്ക് യസൂഖുഹ, ആ ആത്മാവിനെ നയിക്കുകയാണ്. ഇലൽ മൗഖിഫ്
ഫലാ യുംകിനുഹാ അൻ തതഅഖറ അൻ, ഫലാ യുംകിനു സാധ്യമല്ല. അംകന യുംകിനു പറഞ്ഞാൽ മുംകിനാവുക, സാധ്യമാകുക. അതിന്റെ ഫാഇല് അൻ തതഅഖറ എന്ന് പറഞ്ഞിട്ടുള്ള ആ ജുംലയാണ് അതിന്റെ ഫാഇല്. ഫലാ യുംകിനുഹ, അതിന് പറഞ്ഞാൽ ആ ആത്മാവിന്, ആ നഫ്സിന് സാധ്യമല്ല. എന്താണ് സാധ്യമല്ലാത്തത്? സാധ്യമാവുക എന്നതിന്റെ ഫാഇല് അൻ തതഅഖറ അൻഹു, അതിൽ നിന്ന് പിന്തുക എന്നുള്ളത്. അൻഹു എന്ന് പറയുന്ന ലമീർ മടങ്ങുന്നത് ഇലൽ മൗഖിഫ്, ആ മൗഖിഫിലേക്ക് വരുന്നതിൽ നിന്ന് അല്പസമയമെങ്കിലും ഒന്ന് പിന്താൻ, അല്ലെങ്കിൽ ഒഴിയാൻ, രക്ഷപ്പെടാൻ, അല്ലെങ്കിൽ പിന്താൻ, അല്ലെങ്കിൽ ഒരു കാലവിളംബം വരുത്താൻ പോലും സാധ്യമല്ല. അള്ളാഹ് പറഞ്ഞ നേരത്ത് അവിടെ അവൻ വന്ന് നിൽക്കണം, ഹാജരാക്കും. അവനെ ഹാജരാക്കാൻ വേണ്ടിയിട്ട് യസൂഖുഹാ സായിഖ് ഫലാ യുംകിനുഹാ അൻ തതഅഖറ അൻ, ഇതാണ് അവന്റെ അവസ്ഥ. യശ്ഹദു അലൈഹാ ബിഅഅമാലിഹാ, യശ്ഹദു അലൈഹ, അവനെതിരിൽ സാക്ഷി പറയാണ്. അലൈഹ എന്ന് പറഞ്ഞ അല നഫ്സ്, ആ നഫ്സിനു മേൽ, ആ മനുഷ്യാത്മാവിനു മേൽ സാക്ഷി പറയുന്നു. എന്ത്? ബിഅഅമാലിഹ, അവൻ ചെയ്തിട്ടുള്ള കർമ്മങ്ങൾ വെച്ചുകൊണ്ട്. ഇവൻ ഇങ്ങനെ ചെയ്തവനാണ്, ഇവൻ ഇങ്ങനെ ചെയ്തവനാണ്. കർമ്മങ്ങൾ മുൻനിർത്തി അവനെതിരിൽ സാക്ഷി പറയും. അത് ഖൈരിഹ ബിഅഅമാലിഹ, അവന്റെ കർമ്മങ്ങൾ കൊണ്ട് സാക്ഷി പറയാന്ന് പറഞ്ഞാൽ ഖൈരിഹ വശരിഹ, അതതിന്റെ ബദലാണ്. ഖൈരിഹ വശരിഹ, അവന്റെ അഅമാലുകളിൽ പെട്ടിട്ടുള്ള ഖൈറും ഷർറും. ഹ എന്ന് പറയുന്ന ഖൈരിഹ എന്ന ഹ എന്നുള്ളത് മടങ്ങുന്നത് അഅമാലിലേക്കാണ്. ശരിഹ എന്ന് പറയുന്ന ഹ എന്ന ലമീർ മടങ്ങുന്നത് അഅമാലിലേക്കാണ്. അവൻ ചെയ്തിട്ടുള്ള അഅമാലുകളിൽപ്പെട്ട ഖൈറും ഷർറും മുൻനിർത്തിയിട്ട് അവന് എതിരിൽ സാക്ഷി പറയുന്നു. വഹാദാ യദുല്ലു അലാ ഇഅ്തിനാഇല്ലാഹി ബിൽ ഇബാദ്, വഹാദാ യദുല്ലു, ഇത് കുറിക്കുന്നത്, ദല്ല യദുല്ലു, ഇത് അറിയിക്കുന്നത്, ഇത് കുറിക്കുന്നത്, അലാ ഇഅ്തിനാഇല്ല, ഇത് എന്തിനെയാണ് കുറിക്കുന്നത്, എന്തിനെയാണ് അർത്ഥമാക്കുന്നത്? അള്ളാഹുവിന്റെ ഇഅ്തിനാ, അള്ളാഹ് ഗൗനിക്കുന്നു, പരിഗണിക്കുന്നു. ഇഅ്തിനാ ബിഹി എന്ന് പറഞ്ഞ ഒരു കാര്യം ശരിക്ക് ഗൗനിക്കുക, പരിഗണിക്കുക. അള്ളാഹ് വേണ്ടതുപോലെ പരിഗണിക്കുന്നുണ്ട്. ആര്? ബിൽ ഇബാദ്, ഐ ബി ഇബാദിഹി, അവന്റെ അടിയാറുകളെ കൊണ്ട്. വെറുതെ പഠിച്ചു വിട്ടതൊന്നുമല്ല. ഇനി എനിക്ക് തോന്നിയാൽ ഇജ്ജൻ ജീവിച്ചാൽ പോയിട്ട് തലഞ്ഞോ തകർന്നോ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇറക്കി വിട്ടതല്ല. മറിച്ച് അള്ളാന്റെ സൃഷ്ടിപ്പ് എന്ന് പറയുന്നത് സ്വോദ്ദേശപരമാണ്. അതിന് കൃത്യമായ പദ്ധതികളുണ്ട്. അതനുസരിച്ചുകൊണ്ട് അവൻ നന്മ ചെയ്യണം, അവൻ തിന്മ ഒഴിവാക്കണം. ആ നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓരോ നന്മക്കും കൃത്യമായ പ്രതിഫലമുണ്ട്. തിന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓരോ തിന്മയും അവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. ആ തിന്മക്ക് അള്ളാന്റെ ശിക്ഷ അവൻ ഏറ്റുവാങ്ങി പറ്റും. അത് ഇഅ്തിനാഉല്ലാഹി ബിഇബാദിഹി, അള്ളാഹു അവന്റെ അടിയാറുകളോട് കാണിക്കുന്ന കരുതലാണ്. അപ്പൊ ഇത് സൂചിപ്പിക്കുന്നത്, ഇത് അർത്ഥമാക്കുന്നത് ഇഅ്തിനാഉല്ലാഹ് ബിൽ ഇബാദ്, അള്ളാഹു അവന്റെ അടിയാറുകളോട് കാണിക്കുന്ന ആ കരുതലാണ്. അതുപോലെ തന്നെ വഹിഫ്ളിഹി, ഇത് സൂചിപ്പിക്കുന്നത് യദുല്ലു അലാ ഹിഫ്ളിഹി, വഹിഫ്ളിഹി എന്നുള്ള അത്ഫ് കിട്ടാൻ തുടങ്ങുന്നത് വാവു ലിൽ അത്ഫ്, ഹിഫ്ള് മഅ്തൂഫ്, മഅ്തൂഫുൻ അലാ മാദാ അലാ ഇഅ്തിനാ, യദുല്ലു അലാ ഇഅ്തിനാ ഇല്ല വയദുല്ലു അലാ ഹിഫ്ളിഹി, അള്ളാഹു ശരിക്ക് പ്രിസർവ് ചെയ്യുന്നു. ലിഅഅമാലിഹിം, അവർ ചെയ്തിട്ടുള്ള അവരുടെ കർമ്മങ്ങൾ, ആ കർമ്മങ്ങൾ ഒന്നും പാഴായി പോകാതെ, ഒന്നും വിട്ടുപോകാതെ അത് കൃത്യമായി അള്ളാഹു സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്, ഏടുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിന്മേൽ സാക്ഷി പറയാൻ സാക്ഷികളെ അള്ളാഹു ഹാജരാക്കിയിട്ടുണ്ട്. പിന്നെ എന്താ വേണ്ടത്? എന്നിട്ട് അവനോട് ബോധ്യപ്പെടുത്തുന്നു, ഇന്ന സമയത്ത് ഇന്ന സ്ഥലത്ത് വെച്ച് നീ ഇന്നത് ചെയ്തില്ലേ, അതിതാ നിന്റെ ഏട്ടിൽ കിടക്കുന്നുണ്ട്. ആ ഏട്ടിൽ രേഖപ്പെടുത്തിയിട്ടുള്ള മലക്കുകൾ അന്യായം എഴുതി ചേർത്തതാണോ? അതിനിതാ സാക്ഷി, നിന്നിൽ നിന്നുള്ള സാക്ഷി, നിന്നിൽ നിന്ന് തന്നെയുള്ള സാക്ഷി. നിന്റെ കൈ സംസാരിക്കുന്നു, നിന്റെ കാല് സാക്ഷി പറയുന്നു. ഇനി അതല്ലാത്ത സാക്ഷി, ഒരു സ്ഥലത്ത് വെച്ച് ഒരു നന്മ ചെയ്താൽ ആ സ്ഥലം അത് വിളിച്ചു പറയും. അള്ളാഹിന്റെ ഭൂമിയിൽ എവിടെയെങ്കിലും നമ്മൾ അള്ളാഹ്ക്ക് വേണ്ടി നെറ്റിവെച്ച് സുജൂദ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഭൂമി അള്ളാഹ്ക്കിന്റെ മുന്നിൽ സാക്ഷി പറയും. നമ്മൾ അവിടെ വെച്ചിട്ട് ഒരു തിന്മയാണ് ചെയ്തതെങ്കിൽ അന്നേ ദിവസം തുഹദ്ദിസു അഖ്ബാറഹ
ബിഅന്ന റബ്ബക ഔഹാ ലഹാ. ഓരോ സ്ഥലം, അപ്പൊ ഓരോ കാര്യം ചെയ്യുമ്പോ ഒക്കെ സൂക്ഷിക്കുക. ഇതൊന്നും ഇവിടെ ജയിച്ചില്ലാതാകാൻ പോകുന്നില്ല. ഇത് അവിടെ തന്നെ കിടക്കുന്നുണ്ട്, പ്രിസർവ് ചെയ്യപ്പെടുന്നുണ്ട്. അത് അന്ത്യനാളിൽ ആ സ്ഥലം അവിടുന്ന് വിളിച്ചു പറയും, ഇന്ന മനുഷ്യൻ ഇന്ന ദിവസം എന്റെ ഈ സ്ഥലത്ത് വെച്ചിട്ട് ഇന്ന കാര്യം ചെയ്തു. അള്ളാഹു അതിന് ആ സമയത്ത് അത് സംസാരിക്കാനുള്ള ഒരു വഴി അള്ളാഹ് അതിന് കൊടുക്കുന്നതാണ്. അപ്പോ ഇങ്ങനെ തന്നിൽ നിന്ന് തന്നെയുള്ള സാക്ഷിയെയും ബാഹ്യമായ സാക്ഷികളെയും അള്ളാഹ് ഹാജരാക്കും. ഏടുകൾ അവന്റെ മുന്നിൽ കൊടുക്കും. രേഖപ്പെടുത്തിയ മലക്കുകൾ അവിടെ ഉണ്ട്. ആ മലക്കുകൾ ഏടുകൾ വെച്ച് സാക്ഷി പറയും. അവൻ തന്നെ ആ പ്രവൃത്തി ചെയ്തിട്ടുള്ള അവന്റെ ശരീരഭാഗങ്ങൾ സംസാരിക്കുകയും സാക്ഷി പറയുകയും ചെയ്യും. എവിടെ വെച്ചാണോ ചെയ്തത് ആ സ്ഥലങ്ങളും പരിസരങ്ങളും അവനെതിരിൽ സാക്ഷിയായിട്ട് നിൽക്കും. അതുപോലെ തന്നെ ഇത് സൂചിപ്പിക്കുന്നത് അള്ളാഹു മനുഷ്യരോട് കാണിക്കുന്ന, സൃഷ്ടികളോട് കാണിക്കുന്ന കരുതലാണ്. അവരുടെ കർമ്മങ്ങൾ സംരക്ഷിച്ചു നിർത്തുന്നതാണ്. ഇത് സൂചിപ്പിക്കുന്നത് അള്ളാഹു ജസാ നൽകുന്നതാണ്. മുജാസാത്ത്, റിവാർഡ് ചെയ്യാൻ, പ്രതിഫലം നൽകുക, അവന്റെ പ്രതിഫലത്തെ സൂചിപ്പിക്കുന്നു. ലഹും, അടിയാറുകൾക്ക്. അത് ആ പ്രതിഫലം എന്ന് പറഞ്ഞാൽ ബിൽ അദ്ൽ, അത് പ്രൊപ്പോർഷണലാണ്. ഓരോന്നിനും കൊടുക്കേണ്ടത് കൊടുക്കും. നന്മയാണെങ്കിൽ വർദ്ധിപ്പിച്ചു കൊടുക്കും, തിന്മയാണെങ്കിൽ തുല്യത്തിനു തുല്യാകും. ചെറുതിന് ചെറുത്, വലുതിന് വലുത്. പ്രൊപ്പോർഷണലാണ്. അതിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ്. അതിലെന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിച്ച മാതിരി 50-50 എന്നുള്ള തുല്യമല്ല, പ്രൊപ്പോർഷണലാണ്. ഓരോന്നിനും കൊടുക്കേണ്ട വെയിറ്റേജ് കൊടുക്കുന്നതാണ് അതിൽ. ഫഹാദൽ അംർ മിമ്മാ യജിബ് അൻ യജ്അലഹു അൽ അബ്ദു മിൻഹു അലാ ബാൽ. ഫഹാദൽ അംർ, ഈ പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ മനുഷ്യനെ അവിടെ ഖിയാമത്ത് നാളിൽ നിർബന്ധപൂർവം കൊണ്ടുവരുന്നു. ഒരു സായിഖ് ഉണ്ട്, അവനെ തെളിച്ചു കൊണ്ടുവരാൻ ഒരു സായിഖ് ഉണ്ട്, മിനൽ മലായിക്. അതുപോലെ തന്നെ വശഹീദ്, സാക്ഷിയുണ്ട്. ആ സാക്ഷി മലക്കുകളിൽപ്പെട്ട സാക്ഷിയുണ്ട്. അതുപോലെ തന്നെ അവന്റെ ഉള്ളിൽ നിന്ന് തന്നെയുള്ള ആന്തരികമായ സാക്ഷി, അത് വേറെയുണ്ട്. പിന്നെ തന്നെ ബാഹ്യമായി അവനെതിരിൽ സാക്ഷി പറയാവുന്ന ഘടകങ്ങൾ, അത് വേറെയുണ്ട്. ഇങ്ങനെ അവനെ നയിച്ചു കൊണ്ടുവരുന്ന മലക്കുണ്ട്, അവന്റെ കൂടെ സാക്ഷിയുണ്ട്. ഈ പറഞ്ഞ കാര്യം ഇതെന്തിനെയെല്ലാം സൂചിപ്പിക്കുന്നു? ഇത് അർത്ഥമാക്കുന്നത്, ഇത് സൂചിപ്പിക്കുന്നത് ഈ കാര്യമാണ്. ഇഅ്തിനാഉല്ലാഹി ബിൽ ഇബാദ് വഹിഫ്ളുഹു ലിഅഅമാലിഹിം വമുജാസാതുഹു ലഹും ബിൽ അദ്ൽ. അല്ലാഹു അവന്റെ അടിയാറുകളോട് നടത്തുന്ന കരുതലാണ്. അവരുടെ പ്രവർത്തനങ്ങൾ പാഴായി പോകാതെ, നഷ്ടപ്പെട്ടു പോകാതെ അവൻ സൂക്ഷിച്ചു വെക്കുന്നതാണ്. അതിന് പ്രൊപ്പോർഷണലായിട്ട് കൊടുക്കേണ്ടതിന് കൊടുക്കേണ്ട രൂപത്തിൽ അവൻ പ്രതിഫലം കൊടുക്കുന്നതിനെയാണ് ഫഹാദൽ അംർ. ഇത് അന്ത്യനാളിൽ ഇങ്ങനൊരു സംഭവം നടക്കുമെന്നുള്ളത് മിമ്മാ യജിബ്, അത് അനിവാര്യമാക്കി തീർക്കുന്ന കാര്യത്തിൽപ്പെട്ടതാണ്. അൻ യജ്അലഹുൽ അബ്ദു മിൻഹു അലാ ബാൽ. അൻ യജ്അലഹു, അതിനെ ആക്കണം. ആരാക്കണം? അൽ അബ്ദു, ഏതൊരടിയാനും ആക്കണം. മിൻഹു അലാ ബാൽ, അതിനെക്കുറിച്ച് അവന്റെ മനസ്സിലെപ്പോഴും ആക്കണം. ഇത് അവന്റെ മനസ്സിൽ എപ്പോഴും ഒരു മുറാഖബത്ത് ഉണ്ടാകേണ്ട കാര്യമാണ്, അവഗണിക്കാൻ പാടില്ലാത്ത കാര്യമാണ്. ഞാൻ എൻ്റെ ജീവിതം, എൻ്റെ വാക്കുകൾ, എൻ്റെ പ്രവർത്തനങ്ങൾ, ഞാൻ ചെയ്യുന്ന സകലമായ കാര്യങ്ങളും അത് വെറുതെ അങ്ങ് തേഞ്ഞു മാഞ്ഞു പോകും എന്നൊന്നും ആരും കരുതണ്ട. അത് നന്മയാണെങ്കിൽ അതിന് പ്രൊപ്പോർഷണലായിട്ടുള്ള പ്രതിഫലം കിട്ടുന്നെ ചെയ്യും, ഒരു ബേജാറും വേണ്ട. അത് തിന്മയാണെങ്കിൽ തേഞ്ഞു മാഞ്ഞു പോകാൻ പോകുന്നില്ല. ഇവിടുന്ന് ഒരു പക്ഷമാണെങ്കിൽ തെളിവുകൾ നശിപ്പിക്കാം, കാണാതെ പോകാം, മറന്നു പോകാം, പലതും ചെയ്യാം. പക്ഷെ അവിടെ അങ്ങനെയല്ല. അത് രേഖപ്പെട്ട ഏടുണ്ട്, രേഖപ്പെടുത്തിയ മലക്കുണ്ട്. അത് ചെയ്തിട്ടുള്ള അവന്റെ ശരീരം, അവനെതിരിൽ അവിടെ സാക്ഷിയുണ്ട്. അത് ചെയ്തിട്ടുള്ള സ്ഥലം, ആ സാഹചര്യം അവനെതിരിൽ സാക്ഷി പറയാൻ ഒരുങ്ങി നിൽക്കുന്നുണ്ട്.
അതിന് അനുഗുണമായിട്ടുള്ള കൃത്യമായിട്ടുള്ള, നന്മയാണെങ്കിൽ കൃത്യം അതിനനുസരിച്ചുള്ള പ്രതിഫലം, തിന്മയാണെങ്കിൽ അതിനു മാത്രമുള്ള ശിക്ഷ അവന് കിട്ടുക തന്നെ ചെയ്യും. അതിനാൽ ഈ കാര്യത്തെ അവൻ അവഗണിച്ച് തള്ളാൻ പാടില്ല. അതൊരു പ്രത്യേക പ്രയോഗമാണ് കേട്ടോ. യജ്അലഹു മിൻഹു അലാ ബാൽ എന്ന് പറഞ്ഞാൽ അത് അവൻ എപ്പോഴും മനസ്സിൽ കൊണ്ട് നടക്കണം. അതിനെ അവൻ അവഗണിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അൻയഖുദഹു അലാ ബാൽ, അൻയജ്അലഹു അലാ ബാൽ, ഖുദ് ബാലക്, ചിലപ്പോൾ ദർബാലക്, ഇങ്ങനൊക്കെ അവർ പറയും. ഇത് ഈ മനസ്സിൽ വെച്ചോ, ഇത് വിടണ്ട, മനസ്സിൽ വെച്ചോ എന്നുള്ളത്. ഇത് മനസ്സിൽ എപ്പോഴും അത് മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം. ഒരു വാക്ക് പറയുന്നതിന് മുമ്പ്, ഒരു പ്രവൃത്തി ചെയ്യുന്നതിന് മുമ്പ്, ഒരു കാര്യം തീരുമാനിക്കുന്നതിന്റെ മുമ്പ്, ഇത് ഞാനങ്ങ് പറഞ്ഞാൽ അവസാനിക്കാൻ പോകുന്നില്ല, ഞാനങ്ങ് ചെയ്താൽ അതോടുകൂടി തീരാൻ പോകുന്നതല്ല, ഇത് അവിടെ കിടക്കും, അത് ഏടുകളിൽ വരും, അത് രേഖപ്പെടുത്തിയ മലക്ക് സാക്ഷി ഉണ്ടാകും. അത് ഞാനിപ്പോ ചെയ്യുന്നുവെങ്കിൽ എൻ്റെ ശരീരം എനിക്ക് എതിരില്ലെങ്കിൽ എനിക്ക് അനുകൂലമായിട്ട് അവിടെ സാക്ഷി പറയും. ഇത് ചെയ്യപ്പെട്ട സാഹചര്യങ്ങൾ, സന്ദർഭങ്ങൾ അവിടെ എഴുന്നേറ്റ് നിൽക്കും. അത് ഒരു മനുഷ്യൻ അതവൻ ഗൗരവത്തിലെടുക്കേണ്ട, മനസ്സിൽ വെക്കേണ്ട കാര്യമാണ്. പക്ഷേ ജനങ്ങളിൽ ഭൂരിഭാഗവും എന്നുള്ളതിലേക്ക് ലാക്കിന്ന വന്നപ്പോ ഇന്നന്റെ അഹവാത്ത് പെട്ടതാണ്. അക്സർ മുക്തത് പോയിട്ട് ഇസ്മു ലാക്കിന്റെ ആയി, അതിന് നസ്ബ് കൊടുത്തു. ഗാഫിലൂൻ എന്ന് പറയുന്നത് അത് ഖബറു ലാക്കിന്റെ ആയി, അത് മർഫൂ തന്നെയായിട്ട് അവശേഷിച്ചു. പക്ഷെ ജനങ്ങളിൽ ഭൂരിഭാഗം ആളുകളും ഗാഫിലൂൻ, അവര് ഇത് ലാ യത്തഖിദൂനഹു അലാ ബാൽ ലാ യജ്അലൂനഹു മിൻഹു അലാ ബാൽ, അത് അവര് മനസ്സിൽ കൊടുക്കണില്ല. അവര് മറിച്ച് ഗഫ്ല, തീർത്തും അശ്രദ്ധരാണ്. അതിപ്പോ ഞാനും പറഞ്ഞ അതോടുകൂടി ആ വായുവിലാണ് ലയിച്ചു പോകും. അതിന് വേറെ ഒരു പ്രത്യാഘാതമില്ല. ഞാനൊരു കാര്യം ചെയ്താൽ അത് ചെയ്യുമ്പോൾ ചെയ്തു, എനിക്ക് അതിനോണ്ട് കിട്ടേണ്ട കിട്ടി, അതോടുകൂടി കഴിഞ്ഞു. ഇല്ല, അത് അവസാനിക്കാൻ പോകുന്നില്ല. അത് യക്തുബുഹു അൽ കതബ മിനൽ കിറാമിൽ കാത്തിബീൻ, കിറാമും കാത്തിബീങ്ങൾ അതിൽ എഴുതി വെക്കണം. അത് ഏടിലുണ്ടാവും. ആ ഏട് അവിടെ നിവർത്തപ്പെടും. ആ എഴുതിയ മലക്കുകൾ, അതുകൊണ്ടാണ് ഇതിന്റെ വ്യാഖ്യാനം വരുമ്പോൾ അത് മലക്കാണ്. കാരണം അതെല്ലാം ശരിയാണ്. ഇബ്നു ജരീറൊക്കെ സൂചിപ്പിക്കുന്നത് പോലെ ഇതെല്ലാം ശരിയാണ്. ഷഹീദ് മലക്കാണെന്ന് പറഞ്ഞാൽ മലക്ക് ഷാഹിദായിട്ട് അവിടെ ഉണ്ട്. ഷഹീദ് മിൻ നഫ്സിഹി എന്ന് പറഞ്ഞാൽ അത് സത്യമാണ്. അൽയൗമ നഖ്തിമു അലാ അഫ്വാഹി വതുകല്ലിമുനാ അയ്ദീഹിം വതശ്ഹദു അർജുലുഹും, അവരിൽ നിന്ന് തന്നെയുള്ള സാക്ഷി ഉണ്ടാകും. പിന്നെ മാത്രമല്ല, ഓരോ കാര്യങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പറയുകയും പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ള ആ സ്ഥലങ്ങളും സന്ദർഭങ്ങളും നാളെ അള്ളാന്റെ മുന്നിൽ നമുക്കെതിരിൽ അല്ലെങ്കിൽ നമുക്ക് അനുകൂലമായി ഇമ്മാലന ഔ അലൈന, ഒന്നുകിൽ അനുകൂലം അല്ലെങ്കിൽ പ്രതികൂലം, നമുക്ക് സാക്ഷിയായിട്ട് എഴുന്നേറ്റ് നിൽക്കും. അതുകൊണ്ട് ആ വ്യാഖ്യാനങ്ങൾ ഒന്നും തെറ്റല്ല. ഒക്കെ അതിന്റെ ഓരോ ഭാഗങ്ങൾ വെച്ചുകൊണ്ട് നടത്തുന്ന വ്യാഖ്യാനമാണ്. ഷഹീദ് റുബമാ യകൂനു മിനൽ മലായിക, അത് മലക്കുകളിൽ നിന്നുള്ള ഷഹീദ് ഉണ്ട്. വമിൻ നഫ്സി, അതുപോലെ തന്നെ അതല്ലാത്ത ഖാരിജിയായിട്ടുള്ള സാക്ഷികൾ അത് വേറെയുണ്ട്. എല്ലാ സാക്ഷികളെയും ഹാജരാകും. ഇപ്പൊ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തെ കൊണ്ടുവരുമ്പോൾ അദ്ദേഹത്തിന് ജനങ്ങളോട് ഇന്നക്ക് താക്കീത് കിട്ടിയിരുന്നോ? ഞങ്ങൾ അങ്ങനെ ഒരാൾ വന്നിട്ടില്ല എന്ന് പറയാൻ പറ്റും. അപ്പൊ നൂഹ് നബി പറയില്ല, ഞാൻ വന്നിരുന്നു, ഞാൻ പറഞ്ഞു കൊടുത്തിരുന്നു. അപ്പോ നൂഹ് നബിനോട് സാക്ഷിനെ ഹാജരാക്കാൻ പറയും. സാക്ഷിനെ ഹാജരാക്കാൻ പറയുമ്പോ അതിനുള്ള സാക്ഷിയായിട്ട് മുഹമ്മദുൻ വ ഉമ്മത്തുഹു, മുഹമ്മദ് നബിന്റെ ഉമ്മത്തുവിനുള്ള സാക്ഷിയാണ്. അങ്ങനെ നൂഹ് നബി അദ്ദേഹത്തിന്റെ ജനതയിൽ പോയിട്ടുണ്ട്, പ്രബോധനം ചെയ്തിട്ടുണ്ട് എന്നുള്ളതിന് നമ്മൾ സാക്ഷികളാണ്. കാരണം നമുക്ക് കിട്ടിയിട്ടുള്ള അള്ളാന്റെ ഗ്രന്ഥത്തിൽ അത് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ആ ഖുർആൻ ഉദ്ധരിച്ചിട്ട് നമ്മളതിന് സാക്ഷികളാകും. അങ്ങനെ ബാഹ്യമായ സാക്ഷികൾ വേറുണ്ട്, ഉള്ളിൽ നിന്നുള്ള സാക്ഷികൾ വേറുണ്ട്, പിന്നെ മലക്കുകളാകുന്ന സാക്ഷികൾ വേറുണ്ട്.
വജാഅത്ത് കുല്ലു നഫ്സിൻ മഅഹാ സായിഖും വശഹീദ്. അപ്പൊ ഇതൊരു ചെറിയ സംഗതിയല്ല. അപ്പൊ നമ്മൾ അങ്ങനെ ആ വിധം രക്ഷപ്പെടാൻ കഴിയാത്ത വിധം പലവിധ രേഖകളാലും സാക്ഷികളാലും നമ്മൾ വലയം ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. വജാഅത്ത് കുല്ലു നഫ്സിൻ മഅഹാ സായിഖും വശഹീദ്. വാചകം കുറച്ച് നീണ്ടതും വളഞ്ഞതുമാണ്, പക്ഷെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. ഒന്നുകൂടി വായിച്ചിട്ട് അവസാനിപ്പിക്കാം. വജാഅത്ത് കുല്ലു നഫ്സിൻ മഅഹാ സായിഖും വശഹീദ്. ഓരോ ആത്മാവും അവിടെ വരെയായി. മഅഹ ആ ആത്മാവിന്റെ കൂടെ ഉണ്ട്, സായിഖും ഉണ്ട്, ഷഹീദും ഉണ്ട്. യസൂഖുഹ ആ സായിഖ് ആ ആത്മാവിനെ നയിച്ചു കൊണ്ടുവരികയാണ്. ഇലാ മൗഖിഫിൽ ഖിയാമ, എങ്ങോട്ട്? ഖിയാമത്ത് നാളിന്റെ മൗഖിഫിലേക്ക്, മഹ്ശറിലേക്ക്. ഫലാ യുംകിനുഹാ അൻ തതഅഖറ അൻഹു. ഒരാത്മാവിനും ആ മൗഖിഫിൽ നിന്ന് അല്പം പോലും പിന്തുക എന്നത് സാധ്യമേ അല്ല, മുംകിനല്ല. വശഹീദ് യശ്ഹദു അലൈഹ ബിഅഅമാലിഹ. സാക്ഷിയുണ്ട് എന്ന് പറഞ്ഞാൽ അവൻ ചെയ്ത പ്രവർത്തനങ്ങൾക്കുള്ള കർമ്മസാക്ഷി വരുമെന്നാണ്. അവന്റെ കർമ്മങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഖൈരിഹ വശർരിഹ, അവൻ ചെയ്തു വെച്ചിട്ടുള്ള ഖൈറും ഷർറും ഉൾപ്പെടുന്നു. വഹാദാ യദുൽ, ഇങ്ങനെ മലക്കുകളെയും സാക്ഷികളെയും വെച്ചുകൊണ്ട് അള്ളാഹു അവനോട് ഹാജരാക്കും എന്ന് പറയുന്ന ഈ ആശയം അത് സൂചിപ്പിക്കുന്നത്, അർത്ഥമാക്കുന്നത് 2-3 കാര്യങ്ങളാണ്. ഒന്ന് ഇഅ്തിനാഉല്ലാഹ്, അള്ളാഹു എങ്ങനെയാണ് മനുഷ്യനെ അവന്റെ സൃഷ്ടികളുടെ കാര്യത്തിൽ ഉള്ള അവന്റെ കരുതൽ എങ്ങനെയാണ്. ഹഫ്ളുഹും ലിഅഅമാലിഹിം, അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ പാഴായി പോകാതെ അത് അവൻ പ്രിസർവ് ചെയ്യുന്നത് എങ്ങനെയാണ്. വമുജാസാതുഹും ലഹു ബിൽ അദ്ൽ വമുജാസാതിഹിം, അവർക്ക് പ്രൊപ്പോർഷണലായിട്ട് അവൻ കൊടുക്കുന്ന പ്രതിഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഫഹാദല്ലം, ഈ കാര്യം അത് മിമ്മായച്ച് വാജിബാക്കി തീർക്കുന്ന, നിർബന്ധമാക്കി തീർക്കുന്ന വിഷയത്തിൽപ്പെട്ടതാണ്. അയ്യജ്അലഹു അൽ അബ്ദു മിൻഹു അലാ ബാൽ, ആ കാര്യത്തെക്കുറിച്ച് ഒരടിയാൻ തന്റെ മനസ്സിൽ എപ്പോഴും അത് കൊണ്ട് നടക്കണം. അത് നിർബന്ധമാണ്, അത് നിർബന്ധമാക്കി തീർക്കുന്നതാണ് ഈ വിഷയം. വലാകിൻ അക്സറന്നാസി ഗാഫിലൂൻ, പക്ഷെ അത് എപ്പോഴും അതിനെക്കുറിച്ച് മനസ്സിൽ വെച്ച് കൊണ്ടു നടക്കുന്നതിന് പകരം അതിനെക്കുറിച്ച് ആളുകൾ ചിന്തിക്കുന്നതല്ല. അവർ ചിന്തിക്കണത്, ഞാൻ പറഞ്ഞു അതോടുകൂടി വായുവിൽ ലയിച്ചു കഴിഞ്ഞു, ഞാനൊരു കാര്യം ചെയ്തു, അപ്പൊ എനിക്ക് അതുകൊണ്ട് കിട്ടി, നേടി, അതോടുകൂടിയേ തീർന്നു. അതിനപ്പുറം അതിന് പ്രത്യാഘാതം വരാനില്ല, അതെവിടെയും രേഖപ്പെട്ട് കിടപ്പില്ല, അതിന് സാക്ഷികളില്ല എന്നൊക്കെയാണ് കരുതുന്നത്. 4 ആൾ ഇവിടുന്ന് 2 ആളെ മുന്നിൽ മറച്ചു വെച്ചാൽ എല്ലാം മറിഞ്ഞു നിൽക്കുമെന്നാണ് മനുഷ്യൻ കരുതുന്നത്. വലാകിൻ അക്സറന്നാസി ഗാഫിലൂൻ. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.